നമ്മുടെ രണ്ടാമത്തെ സെഷൻ ആരംഭിക്കുകയാണ്. കേരളത്തിൻ്റെ ശാസ്ത്ര പാരമ്പര്യം എന്ന സെഷനിൽ പാനലിസ്റ്റുകളായിട്ട് എത്തിയിട്ടുള്ളത് ഡോക്ടർ UK ആനന്ദവർദ്ധനൻ, VH ദിരാർ, ഡോക്ടർ KN ഗണേഷ്, ഡോക്ടർ N ഷാജി എന്നിവരാണ്. ഡോക്ടർ UK ആനന്ദവർദ്ധനൻ ബോംബെ IIT-യിൽ ഗണിതശാസ്ത്രജ്ഞനാണ്. 2020 ശാന്തി സ്വരൂപ് ഭട്ട്നഗർ പുരസ്കാരം അടക്കമുള്ള നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനായിട്ടുള്ള സയൻറ്റിസ്റ്റാണ് അദ്ദേഹം. മാത്തമാറ്റിക്കൽ സയൻസസിലാണ് അദ്ദേഹം പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത്. VH ദിരാർ കവിയും എഴുത്തുകാരനുമാണ്. ഡോക്ടർ KN ഗണേഷ് ചരിത്രകാരനാണ്, അധ്യാപകനായിരുന്നു. ഒരുപാട് ശ്രദ്ധേയമായ പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ഈ ഒരു സെഷനിൽ മോഡറേറ്റർ ആയിട്ടുള്ളത് ഡോക്ടർ N ഷാജിയാണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഫിസിക്സ് അധ്യാപകനാണ്, ഗവേഷകനാണ്, ശാസ്ത്രലേഖകനാണ്. ലൂക്ക മാഗസിൻ്റെ പത്രാധിപ സമിതി അംഗമാണ്. അദ്ദേഹമാണ് ഈ സെഷൻ നിയന്ത്രിക്കുന്നത്. നമ്മുടെ പാനലിസ്റ്റുകളെ കൂടുതൽ വിശദമായി പരിചയപ്പെടുത്തുന്നതിനും ഈ സെഷൻ നിയന്ത്രിക്കുന്നതിനുമായി അദ്ദേഹത്തിന് മൈക്ക് കൈമാറുകയാണ്. താങ്ക്സ്. നമ്മൾ സമയത്തിന് തന്നെ പരിപാടി ആരംഭിക്കാമെന്ന് വിചാരിക്കുന്നു. രാവിലത്തെ സെഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സംവാദത്തിന് കുറച്ചുകൂടി സമയം വേണമെന്നൊരു തോന്നലുണ്ട്. ആൾക്കാർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരം പറയാനും ഒക്കെ ആയിട്ട്. അപ്പോൾ രീതിയിൽ ചെറുതായിട്ട് മാറ്റം വരുത്താം. ഇടയ്ക്ക് കയറി ചോദിക്കണം എന്നുണ്ട് തോന്നുകയാണെങ്കിലും ചോദിക്കാം. പക്ഷേ സമയത്തിനെ കുറിച്ചൊരു ബോധ്യം വേണം. അപ്പോൾ ആദ്യം സംസാരിക്കുന്നത് ആനന്ദ് വർദ്ധനും അതുപോലെ ദിരാറും ആയിരിക്കും. നമ്മൾ ശാസ്ത്രത്തിൻ്റെ പാരമ്പര്യം എന്ന് പറയുള്ളൂ. നമ്മളിവിടെ ശാസ്ത്രത്തിൻ്റെയും സാങ്കേതികവിദ്യയുടെ ഒക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ശാസ്ത്രത്തിൻ്റെ സാങ്കേതികവിദ്യയുടെ ചരിത്രം എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. നമ്മൾ ഇവിടെ പ്രത്യേകിച്ചും പറയാൻ പോണത് ഗണിതശാസ്ത്രത്തിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് ആനന്ദും, ഇതേപോലെ സാങ്കേതികവിദ്യയുടെ കാര്യത്തിൽ ഇരുമ്പ് സമ്പുഷ്ടീകരിക്കുന്ന സാങ്കേതികവിദ്യയെക്കുറിച്ച് വിശദമായ പഠനം നടത്തിയ ആളാണ് ദിരാറ്. പുസ്തകവും എഴുതിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഉത്തരം കിട്ടിയാണ് നമ്മൾ ഈ പരിപാടിയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ വളരെ കുറച്ച് പേര് ആഴത്തിൽ കുറേ വർഷങ്ങൾ ചിലവാക്കി ഇത്തരം കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ ഒരു രീതിയിലുള്ള ഗവേഷണത്തെക്കുറിച്ചും ഇവിടെ സാധ്യതകളെക്കുറിച്ചൊക്കെ ഒരു ധാരണ കിട്ടും. അതിനുശേഷം നമുക്ക് ചർച്ചകളാവാം. ഗണേഷ് ചരിത്രകാരനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ശാസ്ത്രവും സാങ്കേതികവിദ്യയും എങ്ങനെ നമ്മുടെ സമൂഹമായിട്ടും അതേപോലെ സാങ്കേതിക വളർച്ചയായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ളൊരു ഡിസ്കഷന് വേണ്ടിയിട്ടുള്ള സാധ്യതകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ 4 പേര് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം ആരാണ്? ദിരാറിൽ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഗവേഷണത്തെക്കുറിച്ചും നമ്മുടെ കേരളത്തിൽ വരുന്ന സാങ്കേതികവിദ്യയെക്കുറിച്ചൊക്കെ ദിരാറ് ഒരു 10-15 മിനിറ്റ് വരെ സംസാരിക്കും. ഒരു 15 മിനിറ്റ് കേട്ടോ. നമസ്കാരം. തീർത്തും രുചിയില്ലാത്തൊരു വിഷയമാണ് എന്ന് ഞാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞതാണ്. അതുകൊണ്ട് എത്ര മാത്രം നന്നായി ഇത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ 20കളിൽ നടത്തിയ ഒരു പഠനമാണ്. അതായത് 35 വർഷം മുമ്പ് ഈ മലബാറിലെ നിരവധി ഗ്രാമങ്ങളിൽ കാൽനടയായി യാത്ര ചെയ്തുകൊണ്ട് മാത്രം കിട്ടിയ അറിവുകളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പഠനം നടത്തുന്ന സമയത്ത് എനിക്ക് എൻ്റെ കയ്യിൽ റെഫറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. റെഫറൻസ് ഇല്ലാഞ്ഞിട്ടല്ല, അതിനെക്കുറിച്ച് ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ നാടൻ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ശേഷിപ്പ് എത്രമാത്രമുണ്ട് എന്ന് പഠനം നടത്തുന്നതിന് വേണ്ടി മദ്രാസിലെ പാട്രിയോട്ടിക് പീപ്പിൾ ഓറിയൻറ്റഡ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന ഒരു ഫൗണ്ടേഷൻ, ശാസ്ത്രജ്ഞന്മാരുടെയും അത്യാവശ്യം സാമൂഹ്യ പ്രവർത്തകരും ഗാന്ധിയന്മാരൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ നിശ്ചയിച്ച് ആ പഠനം നടത്തുന്നതിന് കേരളത്തിൽ അവർ കണ്ടെത്തിയത് ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ എന്നെയാണ്. എനിക്ക് ഈ ഭൂതകാലം അറിയാനുള്ള ഒരു താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ ആ പഠനം ഏറ്റെടുക്കുകയും ഈ മലപ്പുറം ജില്ലയിൽ മുഖ്യമായും ആ പഠനം കേന്ദ്രീകരിക്കുകയും ചെയ്തു. വയനാട്, കോഴിക്കോട്, പാലക്കാട്, മലപ്പുറം ഈ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്തപ്പോഴാണ് ഈ ഇരുമ്പ് സംസ്കരണത്തിൻ്റെ 50 കേന്ദ്രങ്ങൾ, ഞാൻ ഇരുമ്പ് ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ വ്യവസായ കേന്ദ്രങ്ങൾ, 50ഓളം വ്യവസായ കേന്ദ്രങ്ങളുടെ അവശിഷ്ടം എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതിൽ വളരെ എടുത്തു പറയാവുന്ന 1-2 സ്ഥലങ്ങൾ, ഒന്ന് കരുവാരക്കുണ്ടാണ്. അത് മിക്കവാറും ആളുകൾക്ക് അറിയുന്നുണ്ടാവും. കരുവാരക്കുണ്ട് എന്ന് പറയുന്ന സ്ഥലനാമത്തിൽ തന്നെ കൃത്യമായി അതിൻ്റെ ഇരുമ്പ് സംസ്കരണ പാരമ്പര്യത്തെ അടയാളപ്പെടുത്തുന്നുണ്ട്.
അപ്പോൾ ഇരുമ്പ് സംസ്കരണം എന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇരുമ്പയിർ ശേഖരിച്ചിരുന്ന വലിയ ഖനികളുള്ള ഒരു പ്രദേശമാണ് അത്. എന്നാൽ ഇരുമ്പ് സംസ്കരണം ഗംഭീരമായി നടന്ന സ്ഥലം ഉരുക്കുപറമ്പ് എന്ന് പറയുന്ന അരക്കുപറമ്പ് എന്ന പേരിൽ അറിയുന്ന മലപ്പുറം പാലക്കാട് ജില്ലയുടെ അതിർത്തിയായി കിടക്കുന്ന പ്രദേശമാണ്. അവിടെ നിന്നാണ് ആദ്യവും അവസാനമായി അയിര് സംസ്കരിച്ചിരുന്ന ഊത്താലയുടെ അവശിഷ്ടം ഞാൻ കാണുന്നത്. അതിൽ 9 ഊത്താലത്തറകൾ 9 ഊത്താലകളുണ്ടായിരുന്നു, 3 ഊത്താലത്തറകളുണ്ടായിരുന്നു. അതിലൊരെണ്ണം വലിയ കേടുപാടുകൾ ഏൽക്കാതെ കാലം കാത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിനും ഒരു കാരണമുണ്ട്. അതൊരു റബ്ബർ എസ്റ്റേറ്റിലാണ് അത് കിടന്നിരുന്നത്. അത് പൊളിച്ചാൽ ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടാവും എന്ന് ഭയപ്പെടുത്തിയതുകൊണ്ട്, കാരണം അത് കൊല്ലന്മാരുടെ തീക്കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന ദൈവമാണ് അതും തൊട്ട് കളിക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ആ തൊടിയുടെ ഉടമയായിട്ടുള്ള ഒരു മുഹമ്മദ് അതോ അഹമ്മദ് അദ്ദേഹം അതിൽ തൊട്ടില്ല. എന്നെ കാണിക്കാൻ കൊണ്ടുപോകുമ്പോൾ പോലും അദ്ദേഹം അതിൻ്റെ അടുത്തേക്ക് വന്നില്ല, ദൂരെ മാറി നിന്നിട്ടാണ് കണ്ടുകൊള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വിശ്വാസമോ അന്ധവിശ്വാസമോ എന്തോ ആയിക്കോട്ടെ, അതാണ് ഋതുഭേദങ്ങൾ ഒന്നും എത്ര പരിക്ക് ഏൽപ്പിച്ച് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കൃത്യം അളവെടുക്കാൻ നമുക്ക് പറ്റി. അപ്പോൾ ഞാനത് നോക്കിയപ്പോൾ ബുക്കാനൻ്റെ 1805 ബുക്കാനൻ മലബാർ സന്ദർശിക്കുമ്പോൾ അദ്ദേഹം 2 സ്ഥലത്തെ ഇരുമ്പുൽപാദന കേന്ദ്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് അങ്ങാടിപ്പുറവും ഒന്ന് വളാഞ്ചേരിയുമാണ്. ഇതിൽ മെഷർമെൻറ്റ് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു 5 അടി ഉയരം വരുന്നതാണ് ഊത്താല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഹോളണ്ടിൻ്റെ ഒരു കണക്കുണ്ട്, അത് 6 അടിയാണ്. കൊനോലിയുടെ ഒരു കണക്കുണ്ട്, 2 തരം ഊത്താലകളെ കുറിച്ച് പറയുന്നുണ്ട്, ഒന്ന് 6 അടിയും ഒന്ന് 10 അടിയുമാണ്. പക്ഷെ ഞാൻ അളന്നെടുത്ത ഊത്താല ഏറെക്കുറെ 5 അടി ഉയരം വരുന്നതാണ്. ഈ തറനിരപ്പ് ഉൾപ്പെടെ വെക്കുകയാണെങ്കിൽ അത് 7 അടി 8 അടി ഉയരം വരുന്ന ഇതാണ്. ഇത് വളരെ രസകരമായ നിർമ്മാണ പ്രക്രിയയാണ് ഊത്താലയുടെ. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതിൻ്റെ സാങ്കേതികത പറയുമ്പോൾ വല്ലാതെ ബോറടിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും രസകരമായ കാര്യം എന്ന് വെച്ചാൽ ഓർമ്മകൾ, ഈ സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള ഓർമ്മകൾ മനുഷ്യ മനസ്സിൽ നിന്ന് പരമാവധി മാഞ്ഞു പോയിരുന്നു. മറിച്ച് അതിൻ്റെ മുകളിൽ ചില പുരാവൃത്തങ്ങൾ നിർമ്മിച്ചു വെച്ച് വേറെ ചില കഥകളാണ്. ഉരുക്കുപറമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാഭാരതത്തിലെ അരക്കില്ലത്തിൻ്റെ കഥയാണ് നാട്ടുകാർ പങ്കുവച്ചത്. ഇത് നമ്മൾ ആ കഥയെ വീണ്ടും പൊളിച്ച് നോക്കുമ്പോഴാണ് അതിനകത്ത് നമുക്ക് അതിൻ്റെ ശാസ്ത്ര സത്യത്തിലേക്ക് എത്താൻ പറ്റുന്നത്. അതുപോലെ മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിൽ നരിമടകൾ, ഇഷ്ടംപോലെ നരിമടകളുണ്ട്. ഞാൻ 100 കണക്കിന് നരിമടകളിൽ പോയിട്ടുണ്ട്. ആ പോയ നരിമടകൾ മുഴുവൻ ഇരുമ്പയർ ഖനികളായിരുന്നു. അപ്പോൾ അയിർമട എന്ന് പറയുന്നത് അരിമടയായി മാറുകയും അരിമട വീണ്ടും ലോപിച്ച് നരിമടയായി മാറുകയും അങ്ങനെ നരിയെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് പുതിയ പുരാവൃത്തങ്ങൾ ഓരോ ഗ്രാമങ്ങളിലും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ അന്വേഷിച്ച് അത് സൂക്ഷ്മതയിൽ പോയപ്പോഴാണ് ഈ കാര്യങ്ങൾ നമുക്ക് കൃത്യം. ഈ മടകളൊക്കെ ഗംഭീരമായ മടകളുണ്ട് കേട്ടോ. 200 വലിയ മടകളൊക്കെ ഞാൻ കരുവാരക്കുണ്ട് കണ്ടിട്ടുണ്ട്, പൂന്താനത്ത് കണ്ടിട്ടുണ്ട്. ഗംഭീര മടകളാണ്. ആ മട നിർമ്മിക്കുന്നതിനൊക്കെ വളരെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നത്. അതകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ അതിന് പല മണ്ണുകൊണ്ട് തന്നെ പല പില്ലറുകൾ ഉണ്ടാക്കി വയ്ക്കും. പിന്നെ വെളിച്ചം കടക്കുന്നതിന് വേണ്ടി പല സ്ഥലത്തും വെളിച്ചവും വായും ആവശ്യാനുസരണം അകത്തേക്ക് പ്രവേശിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെന്റിലേഷൻ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വളരെ കൃത്യമാണ്. ഇരുമ്പയർ വരി പോകുന്നതിനനുസരിച്ചാണ് ഈ സംഗതികളെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്ഥലനാമങ്ങൾ ആണ് എനിക്ക് വലിയ വഴികാട്ടിയായി മാറിയത്. അതിൽ നമുക്ക് എൻ്റെ ഗുരുതുല്യനായ ഒരാളുണ്ടായിരുന്നു, പ്രൊഫസർ നാരായണ മേനോൻ, കേരളമ്മ കോളേജിലെ മലയാള അധ്യാപകനായിരുന്നു. അദ്ദേഹം ഇതിൽ വളരെ താല്പര്യമുള്ള ആളായതുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, സ്ഥലനാമങ്ങളായിരിക്കും നമുക്ക് ഇത് തുറന്നു തരാനുള്ള നല്ല താക്കോൽ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്. അത് ഈ ഗ്രാമങ്ങളുടെ പേരുകൾ മാത്രമല്ല, കുന്നുകൾക്കുണ്ട്. അരിപ്രം കുന്ന്, അരിമലക്കുന്ന്, മേലെ അരിമല, അങ്ങനെ ഈ നരി, ഊത്താലക്കുന്ന്, ഊത്താലപ്പറമ്പ്, ഊത്താലത്തൊടി, അതുപോലെ ഈ അയിര് കഴുകിയിരുന്നപ്പോൾ വരുമ്പോൾ തന്നെ അരിപ്രം ചോല അപ്പോൾ വരുമ്പോൾ കണ്ടു ഞാൻ.
അത് ഈ ചോലകൾക്കൊക്കെ ഇത് അരി ചേർത്തിട്ട് ഇതൊക്കെ ചേർത്ത് വരുന്നത്. പക്ഷേ ഇത് ഭയങ്കര വിചിത്രമായി തോന്നി. എത്ര വേഗത്തിലാണ് ഈ കഥകളെല്ലാം, അല്ല ഈ ഫാക്റ്റ് മാറിപ്പോവുകയും അതിൻ്റെ മുകളിലൊരു ഒരു ഒരു ഫാൻറ്റസി ഉണ്ടാവുകയും ചെയ്തതെന്നുള്ളതാണ്. ഇതിൽ മറ്റൊരു കാര്യം വെച്ചാൽ, എനിക്ക് ഉണ്ടായൊരു ഗുണം, കുറച്ചുകൂടി വൈകിയിരുന്നെങ്കിൽ അതുകൂടി ഉണ്ടാവുമായിരുന്നില്ല. ഇത് ഒരു ഘട്ടത്തിൽ ഇത് ഏറെക്കുറെ പരിപൂർണമായിട്ടല്ല, ഒരു 90% നിന്നു പോയിട്ടുണ്ടാവണം. ഈ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് വൻതോതിലുള്ള ഇരുമ്പ് ക്ഷാമം നേരിട്ടപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി ചില പരിശ്രമങ്ങൾ നടന്നു. 4 സ്ഥലങ്ങളിലാണ് നടന്നത്. ഒന്ന് കരുവാരക്കുണ്ടാണ്, മറ്റൊന്ന് നെമ്മിനിയിൽ മനോരമ യങ് ഇന്ത്യ എസ്റ്റേറ്റ് ഉണ്ട്, അവരുടെ മുൻകൈയിലാണ് നടന്നത്. പൂന്താനം എന്ന് പറയുന്ന സ്ഥലത്ത് അടുത്തത് കിളിയമണ്ണീരി ഉണ്ണീൻ വളരെ പ്രസിദ്ധനായ ഒരാളാണെന്നറിയാം, അറിയുന്നു വിചാരിക്കുന്നു. 1948 കൊല്ലപ്പെട്ട, മതം മാറിയതിൻ്റെ പേരിൽ കൊല്ലപ്പെട്ട ഒരാളാണ് ഈ കിളിയമണ്ണീരി ഉണ്ണീൻ. അദ്ദേഹം പൂന്താനം ഇല്ലം ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് ഒരു ഫർണസ് സ്ഥാപിക്കുകയും ഇരുമ്പ് സംസ്കരണം പൂർത്തിയാക്കാൻ പറ്റാതാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കത് അന്ന് അറിയില്ലായിരുന്നു ഇത് എന്തുകൊണ്ടാണ് അങ്ങനെയായിപ്പോയെന്ന്. പക്ഷേ അന്ന് ആ പ്രായത്തിൻ്റെ പക്വതയില്ലായ്മ കൊണ്ട് അവിടെ നിന്നൊരു ബ്ലൂം, ഒരു 20-25 കിലോ വരുന്ന ഒരു ഇരുമ്പ് കട്ടി അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അവരോട് ചോദിക്കാതെ എടുക്കുന്നത് ശരിയല്ലോ എന്ന് വിചാരിച്ച് അവിടെ ആരും ഉണ്ടായിരുന്നില്ല ചോദിക്കാനായിട്ട്. അവിടെ പശുവും മാടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ പറമ്പിലന്ന്. പിന്നെ ആ ബ്ലൂം എവിടെ ഉണ്ടോയെന്ന് അറിയില്ല. അപ്പം അത് പൂർത്തിയാവാതിരുന്നതിന് ഈ ഒരു കാരണമുണ്ട്, കിളിയമണ്ണീരി ഉണ്ണീൻ്റെ. മറ്റൊന്ന് തൊട്ടപ്പുറത്ത്, പൂന്താനം കഴിഞ്ഞ് ഒരു 2 കിലോമീറ്റർ അപ്പുറത്തിൽ പറപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, പറപ്പൂർ. അപ്പോൾ 4 സ്ഥലങ്ങളിൽ 2ാം ലോകമഹായുദ്ധ കാലത്ത് ഇരുമ്പ് ക്ഷാമം പരിഹരിക്കാൻ വേണ്ടി 4 സ്ഥലങ്ങളിൽ ഇരുമ്പുണ്ടാക്കിയതിൻ്റെ വിവരമാണ് നമുക്ക് ഫീൽഡിൽ നിന്ന് ലഭ്യമായി നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യും, സ്ഥലം സന്ദർശിക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ അവശിഷ്ടമുണ്ട്. ഈ പറപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കുഞ്ഞപ്പു എന്ന് പറയുന്ന ആളാണ് ഈ അവിടുത്തെ ഇരുമ്പ് സംസ്കരണത്തിന് നേതൃത്വം കൊടുത്തത്. അതായത് അദ്ദേഹമായിരുന്നു ബിസിനസ്സുകാരൻ. ഇതിൽ മറ്റൊരു സംഭവം എന്ന് പറയുന്നത്, നമുക്ക് ഇത് റീകൺസ്ട്രക്റ്റ് ചെയ്തതാണെന്ന നിരീക്ഷണത്തെ സാധൂകരിക്കുന്ന മറ്റൊരു കാര്യം, ഈ 4 സ്ഥലങ്ങളിലും പെരുങ്കൊല്ലന്മാർ 2 പേരായിരുന്നു. രാമൻ എന്നും കോമൻ എന്നും പേരുള്ള 2 പേര്. അപ്പോൾ സാങ്കേതികവിദ്യ വളരെയധികം, അതിൻ്റെ അറിവുള്ളവരുടെ എണ്ണം കുറഞ്ഞു വന്നു എന്നുള്ള എൻ്റെ ഒരു തെളിവാണ് അത്. ഞാൻ ചെല്ലുന്ന സമയത്ത് 2 പേരും ഇല്ല കേട്ടോ. അവർ 10-25 വർഷം മുമ്പ് മരിച്ചു പോയിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ ഈ രാമൻ എന്ന് പറയുന്ന ആളുടെ മകൻ എന്നെയും ഈ മകൻ്റെ സഹോദരി ഭർത്താവ് തലച്ചനിയൻ എന്ന് പറയുന്ന 2 പേരെ കാണാൻ പറ്റി. ഇവർ 2 പേരും ഈ ഊത്താലയിൽ ഇരുമ്പ് സംസ്കരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിനകത്ത് നേരിട്ട് ബന്ധിപ്പിച്ചിട്ടില്ല. പക്ഷെ അവരുടെ ഈ എന്താ പറയുക, ജന്മസിദ്ധമോ പാരമ്പര്യമായിട്ടുള്ളതുണ്ടല്ലോ, വളരെ ഗംഭീര ഇമാജിനേഷനാണ് അത്. അന്ന് കണ്ടത് അങ്ങനെ നമ്മൾ വീണ്ടും നമ്മൾ ചെന്ന് സംസാരിക്കുമ്പോൾ ഓരോ ഘട്ടം, ഫർണസിൻ്റെ ഷേപ്പ്, ഹൈറ്റ്, ഫർണസ് ഉണ്ടാക്കുന്ന മണ്ണ് പ്രോസസ്സ് ചെയ്യുന്ന രീതി, അതൊക്കെ ഒരു വല്ലാത്ത രീതിയാണ്. 1540 ഡിഗ്രി സെൽഷ്യസിലാണല്ലോ ഇരുമ്പ് ഉരുകുന്നത്. അത്ര ചൂടിനെ താങ്ങി നിർത്താൻ ശേഷിയുള്ള രീതിയിൽ ഈ മണ്ണിനെ പാകപ്പെടുത്തിയെടുക്കുക എന്നുള്ള വളരെ ഗംഭീരമായ പ്രോസസ്സാണ്. അതിൽ ചേർക്കേണ്ട ചില മരങ്ങളുടെ ഇപ്പോൾ കുളിർമാവ് പോലുള്ള മരങ്ങൾ പലതും ഉണ്ട് കേട്ടോ. കുളിർമാവിൻ്റെ ഇല പശയാക്കി മാറ്റി അതിൽ ചേർക്കും. പിന്നെ പല രീതിയിലുള്ള പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കുരിക്ക എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കണം. ഈ കുരിക്ക എന്ന് പറയുന്ന മൺകുഴലാണ്. ആ കുഴലിലൂടെ 5-6 കുഴൽ ഉണ്ടാക്കി, മൺപലക ഉണ്ടാക്കി, ഞാൻ ഡീറ്റെയിൽസ് പോകുന്നില്ല. അതിലൂടെ നിരീക്ഷിച്ചിട്ടാണ് അകത്ത് നടക്കുന്ന ഈ ഇരുമ്പ് സംസ്കരണ പ്രക്രിയയെ പെരുങ്കൊല്ലൻ കാണുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്ത് അവരുടെ ഓർമ്മകളിൽ നിന്ന് ഇത് കുഴിച്ചെടുത്തിട്ടാണ് ഒരു ചിത്രമുണ്ടാക്കിയത്. തല മാത്രം പോരാ, ഉല വേണം, ആവശ്യത്തിന് കാറ്റൂതാൻ ആവശ്യമായിട്ടുള്ള ഉല വേണം. ഇതൊക്കെ ഡിസൈൻ ചെയ്തെടുത്ത 3 പ്രാവശ്യം എക്സ്പെരിമെൻറ്റും ചെയ്തു. അത് മറ്റൊരു കാര്യം. അപ്പം ഇതിൽ ഈ 375 ടൺ ഇരുമ്പ് പ്രതിവർഷം
വള്ളുവനാട് നിന്ന് കൊച്ചിൻ പ്രദേശത്തേക്ക് കയറ്റുമതി ചെയ്തിരുന്നു എന്ന് കൊനോലിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മലബാറിൽ മൊത്തം പല കണക്കുകളാണ് വരുന്നത്, 1000 ടൺ ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും ഈ പ്രദേശത്തിന് ആവശ്യമായിട്ടുള്ള ഇരുമ്പ് സംസ്കരിച്ചിരുന്നത് ഈ പ്രദേശത്ത് തന്നെയാണെന്നുള്ളതിൻ്റെ തെളിവ് ഞാൻ കണ്ട 50 കേന്ദ്രങ്ങളുണ്ട്. കൊനോലിയുടെ ഒരു ചാർട്ട് വേറെയുണ്ട്. ഈ 50 കേന്ദ്രങ്ങൾ ആ പഠനകാലത്ത് മാത്രം കണ്ടാണ്. അതിനുശേഷം ഞാൻ ഈ യാത്രയിൽ എനിക്ക് അയൺ സ്ലാഗ്സ് കണ്ട പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നതുകൊണ്ടും ഒക്കെ അതിനുശേഷവും മാള ഉൾപ്പെടെയുള്ള നിരവധി സ്ഥലങ്ങളിൽ ഞാൻ വലിയ ഇരുമ്പ് ഉൽപ്പാദന കേന്ദ്രങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിൽ ഒരു കാര്യം കൂടിയും ഞാൻ പറയുന്ന രീതി എങ്ങനെയൊക്കെയാണെന്ന് എനിക്കറിയില്ല, എനിക്ക് എൻ്റെ ഓർമ്മയിൽ നിർത്തി അങ്ങനെ പറയുന്നതുള്ളൂ. ഒന്ന്, കൊല്ലന്മാരിലാണ് സാങ്കേതികവിദ്യ നിലവിലുണ്ടായിരുന്നത്. അവരത് ആരോടും പങ്കുവച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ ഇരുമ്പുണ്ടാക്കുന്ന വിദ്യയെക്കുറിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതിൻ്റെ ടെക്നോളജിയെക്കുറിച്ച് പരാമർശിക്കുന്ന ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ ഇതിൽ രസകരമായ കാര്യം, ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് മുസ്ലിംസ് ആയിരുന്നു. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കരി ഉണ്ടാക്കുക. ശരിയായ രീതിയിൽ കരി ഉണ്ടാക്കപ്പെട്ടില്ലെങ്കിൽ ഇത്രയും ഉയർന്ന ഊഷ്മാവിൽ ചൂടുണ്ടാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇരുള്, മരുത്, പൂവം എന്ന് പറയുന്ന 3 തരം മരങ്ങളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അത് 2 തരം കരികൾ ഉണ്ടാക്കും, കുഴിക്കരി ഉണ്ടാക്കും, ചൂളക്കരി ഉണ്ടാക്കും. അപ്പോൾ ഈ കരി ഉണ്ടാക്കുന്ന പണി ചെയ്തിരുന്ന ഞാനൊരു 10-12 പേരെ ഇതിൽ പങ്കെടുത്ത ആൾക്കാരെ എനിക്ക് കാണാൻ പറ്റി. കരി ഉണ്ടാക്കുന്നത്, അയിരുണ്ടാക്കുന്നത്, കരുവാരക്കുണ്ട് തന്നെ തരിശ് എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ആലത്തൊടി, വീട്ടുപേര് തന്നെ കണ്ടില്ല, ആലത്തൊടി എന്നാണ്. ആലത്തൊടി മുഹമ്മദ് ഉണ്ടായിരുന്നു. അതിന് കുറേ പേര്, കുട്ടു എന്ന് പറഞ്ഞിട്ട് കുറേ ഞാൻ ലിസ്റ്റ് ചെയ്ത് അന്ന് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ അതിനകത്ത്. അപ്പോൾ ഇരുമ്പയിർ ഖനികളിൽ കയറി ശേഖരിച്ച് കൊണ്ടുവരുന്ന പണി, അതുപോലെ കരി ഉണ്ടാക്കുന്ന പണി, പിന്നെ ഈ അയിര് പിന്നെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രോസസ്സ്, അതിനാണ് ഈ ചോലകൾ ഉപയോഗിക്കുന്നത്. ഒഴുക്ക് വെള്ളത്തിൽ ഈ പാത്തി വെച്ചിട്ട് ഇങ്ങനെ ഈ സ്വർണം മരിക്കുന്ന രീതിയുടെ വേറെ, സ്വർണം മരവി എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഇതാണ്. ഇത് പ്ലെയിനാണ്. അതിങ്ങനെ കഴുകി എടുത്ത് ഈ പണികളെല്ലാം ചെയ്തിരുന്നത് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരായിരുന്നു. സാങ്കേതിക കാര്യങ്ങൾ അത് അന്ന് അവർ പറയുന്നതെന്ന് വെച്ചാൽ ഒരാളെപ്പോലും പുറത്തുനിന്ന് കാണാൻ അനുവദിക്കില്ല. കണ്ണേറ് പറ്റുമെന്നുള്ള വിശ്വാസം വളരെ സ്ട്രോങ് ആയിരുന്നു. കണ്ണേറ് പറ്റുമെന്നുള്ളതാണോ ഈ വിദ്യ നഷ്ടപ്പെട്ടു പോവാതിരിക്കാനുള്ള അന്നത്തെ ഒരു സൂത്രവിദ്യയാണോ എന്നുള്ള നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ചെയ്തിരുന്ന 10-12 ആൾക്കാരെ ഞാൻ കണ്ടിട്ട് അവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഇത് എങ്ങനെ അവിടെ ഒരു ഇതുണ്ട്, മൂശിയുണ്ട്, അതിൽ അയിരിടുന്നുണ്ട്, കരിയിടുന്നുണ്ടെന്നല്ലാതെ ഇതെങ്ങനെയാണ് ഈ പ്രോസസ്സ് എന്നുള്ളത് അവർക്കറിയില്ല, അറിയാൻ ആയിട്ട് ഇവർ അനുവദിച്ചിട്ടുമില്ല. അപ്പം അതിനകത്തുള്ളൊരു കാര്യം വെച്ചാൽ എല്ലാം ഈ ഒരു മരം പോലെ വളരുന്ന എല്ലാ സംസ്കാരം എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, കൊണ്ടും കൊടുത്തും സ്വീകരിച്ചും പരിപോഷിപ്പിച്ചും വളർന്നു തന്നെയാണ് ഇതിപ്പോൾ. നമ്മൾ ഈ ബേപ്പൂരിൽ എൻ്റെ ഒരു അടുത്ത പഠനം ഉണ്ടായിരുന്നു, ബേപ്പൂരിൽ കപ്പലുകളെ കുറിച്ചുള്ളായിരുന്നു. അപ്പോൾ അവിടെ നമുക്കറിയാം ദബർ എന്ന് പറയുന്ന കലാസികളാണ്. ഈ സാധനം ഇല്ലെങ്കിൽ ഈ കപ്പൽ വെള്ളത്തിലിറങ്ങില്ല. അപ്പോൾ വിവിധ സംസ്കാരങ്ങൾ തമ്മിൽ കൊണ്ടും കൊടുത്തും വളർന്നതിൻ്റെ ഒരു മതേതരമായ ഒരു ഉന്നത ഭൂതകാലം കൂടി ഈ സാങ്കേതികവിദ്യ രേഖപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഒരു 2 വാക്കുകൂടി പറഞ്ഞാൽ നിർത്താം. ഇത് പരീക്ഷിച്ചു 3 പ്രാവശ്യം പൂന്താനത്ത് ഇത് എക്സ്പെരിമെൻ്റ് ചെയ്തു. ആദ്യത്തെ എക്സ്പെരിമെൻ്റ് ഈ കുഴിക്കരിക്ക് പകരം ചൂളക്കരി എന്ന് പറയുന്നത്, ചൂളക്കരി ഉണ്ടാക്കുന്ന രീതി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബോറടിക്കും. ആ കരി ഇട്ടിട്ടാണ്. അപ്പോൾ വിചാരിച്ച അളവിൽ ചൂടുണ്ടായില്ല. 2ാമത്തെ പ്രാവശ്യം തലച്ചനെയും പറഞ്ഞ് നമുക്ക് ചൂളക്കരിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, നമുക്ക് കുഴിക്കരി ആക്കാം. അപ്പോൾ ഓപ്പൺ ആയിട്ട് ഇത് കത്തിച്ചിട്ട് എടുക്കുന്നതാണ്. അത് കറക്റ്റായിരുന്നു, ഭയങ്കര ചൂടുണ്ടായിരുന്നു. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇത് വെയിറ്റ് കുറവാണ് കരിക്ക്. അതുകൊണ്ട് ഇത് ഈ നമ്മൾ ഉലയിൽ നിന്ന് ഈ കാറ്റകത്തേക്ക് ശക്തിയിൽ വീശുന്നതോടുകൂടി ഇത് മുകളിലേക്ക് പറന്നു. അത് കത്തിപ്പോയി. അന്ന് തീരേണ്ടതാണ് ഞാൻ, പക്ഷെ ഭാഗ്യത്തിന് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അന്ന് വിവരക്കേടുകൊണ്ട് ഇത് കയറിയിട്ട് വെള്ളമൊഴിക്കാൻ നോക്കിയത്, അങ്ങ് ഉള്ളിലേക്ക് വീണേനെ. അപ്പോൾ 2ാമത്തത് അങ്ങനെ പോയി. 3ാമത്തത് ാണ് കുറച്ച് ഇരുമ്പ് കിട്ടിയത്. ഇരുമ്പ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ. ഇതേ
മെത്തേഡിൽ തന്നെയാണ് ചെയ്തത്. അതേ ഉല തന്നെയാണ് ഉപയോഗിച്ചത്, അതേ ഊത്താല തന്നെയാണ് ഉപയോഗിച്ചത്. പക്ഷേ ലോഹശാസ്ത്രത്തെ കുറിച്ചുള്ള പ്രാഥമികമായ അറിവ് പോലും ഇല്ലാത്തതിൻ്റെ എല്ലാ കുഴപ്പങ്ങളും എനിക്കുണ്ട്. ഞാൻ പഠിച്ച ഫിലോസഫിയാണ്. സംസ്കാരത്തോടുള്ള ഇഷ്ടവും അതറിയാനുള്ള ആഗ്രഹവും ഒക്കെ അല്ലാതെ പിന്നെ ഞാൻ പഠിക്കുകയായിരുന്നു. ഒരിക്കലും ഈ മഴ ജൂൺ മാസത്തിലോ മറ്റാണ് ആ കാലത്ത് ഒരിക്കലും ഈ പിന്നെ സംസ്കരിക്കാനായിട്ട് ഇരുമ്പ് സംസ്കരിക്കാൻ നിൽക്കരുത്. അന്തരീക്ഷത്തിൽ അത്രയും കുറവാണ്. അതൊക്കെ പിന്നെ അതിൻ്റെ പരാജയ കാരണങ്ങൾ മെറ്റലജിസ്റ്റുകൾ അതിന് നേതൃത്വം കൊടുത്ത ഒരാൾ IIT-യിലെ ബജാജ് എന്ന് പറയുന്ന മീൻസ് നേതൃത്വം കൊടുക്കല്ല, നമുക്ക് ഒരു അഡ്വൈസറായിരുന്നു മെറ്റലർജി വിഭാഗം ബോംബെ IIT-യിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ കാരണങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു 8-10 കാരണങ്ങൾ പറഞ്ഞു. ഇനി അടുത്ത ഇതുണ്ടെങ്കിൽ ഞാനും കൂടി വരും, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അടുത്തത് സംഭവിച്ചില്ല, PPSTയുടെ ഫണ്ട് തീർന്നു. അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് നിന്നു പോയതാണ്. ഇനിയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ പറയാമെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എന്തായാലും ചോദ്യങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ആനന്ദിൻ്റെ കഴിഞ്ഞിട്ട് ചോദ്യങ്ങളിലേക്ക് പോകാം അതോ? അതെ, അത് മതി. അപ്പോൾ ആനന്ദ് നമ്മുടെ ഗണിത പാരമ്പര്യത്തെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയും. ഞാൻ ഇൻട്രൊഡക്ഷൻ പറയേണ്ട ആവശ്യമില്ല, ആനന്ദ് തന്നെ തുറന്നോളൂ. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും കേൾക്കാമല്ലോ അല്ലേ? അപ്പോൾ ഞാൻ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറയണം ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാൻ പോകുന്ന കാര്യത്തെപ്പറ്റി പഠിച്ച ഒരാളല്ല. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചോദിക്കാം, എന്നാൽ പിന്നെ എന്തിനിവിടെ വന്നിരിക്കുന്നു എന്ന് ചോദിക്കാം. അതിന് ആരെങ്കിലും കുറ്റപ്പെടുത്തണമെങ്കിൽ അത് ഞാനല്ല, അത് അജിത്താണ്. ഓക്കെ, അപ്പോൾ അജിത്ത് പറഞ്ഞു ഇങ്ങനൊരു ഇത് നമ്മൾ നടത്തുന്നുണ്ട്, അപ്പോൾ ഇതിൽ വന്ന് ഈ വിഷയത്തെപ്പറ്റി പറയണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എനിക്കറിയുന്ന വേറെ കാര്യങ്ങൾ പറയാം അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിതിനെപ്പറ്റി അങ്ങനെ എല്ലാവരെയും മാതിരി ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നല്ലാതെ ഇതിനെപ്പറ്റി ഞാൻ ഒരിക്കലും പഠിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അതിനെപ്പറ്റി പഠിച്ചവർ ബാക്കിയുള്ളവർക്ക് വേണ്ടി എഴുതിയ കാര്യങ്ങളും ഞാൻ അത്ര ശ്രദ്ധിച്ച് വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞു അതല്ല, ഇങ്ങനെ നമ്മൾ പല കാര്യങ്ങളും കൂടെ ചെയ്യുകയാണ്, അപ്പോൾ ഇവിടെ വരിക ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുക എന്നുള്ളതാണ് പ്രധാനം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു കാരണം കൂടെ. ഒന്ന്, അജിത്തിനോട് നോ പറയുക എളുപ്പമല്ല. 2, മലപ്പുറം സ്വന്തം സ്ഥലമാണ്. ഇവിടെയുള്ള പലരെയും എനിക്കറിയാം. എനിക്കറിയാത്തവർക്കൊക്കെ എൻ്റെ അച്ഛനെ നന്നായി അറിയാം. അപ്പോൾ പക്ഷെ അതുകൊണ്ട് ഒരിതുണ്ടായി. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ 1-2 കാര്യങ്ങൾ ഞാൻ വെറുതെ കൈപ്പൊക്കാനൊക്കെ പറയും, ഒന്നും തോന്നരുത്. കൈപ്പൊക്കി കഴിഞ്ഞാൽ എനിക്ക് എളുപ്പമാവും. അപ്പോൾ ഈ കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സംഭവം ഏതാണ്ട് ഇപ്പോൾ എല്ലാവർക്കും നന്നായി അറിയാം. ഈ പേരെല്ലാവരും കേട്ടിട്ടുണ്ട്, അത് സത്യമല്ലേ? അപ്പോൾ അങ്ങനെ പക്ഷെ കുറേ കാലങ്ങൾ ഇത് അപ്പോൾ ഞാൻ കുറച്ച് പോയിന്റ്സ് ഞാൻ സമ്മറൈസ് ചെയ്യാം, പിന്നെ ക്വസ്റ്റ്യൻസ് വരുന്നതിനനുസരിച്ച് നമുക്ക് എല്ലാവർക്കും കൂടെ കൂടുതൽ സംസാരിക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ നോക്കുമ്പോൾ എനിക്ക് തന്നെ അറിയാത്ത ചില കാര്യങ്ങൾ, അപ്പോൾ ഇതിനു വേണ്ടി ഇവിടെ പറയാൻ വേണ്ടി ചില കാര്യങ്ങൾ ഞാനൊന്ന് ഓടിച്ചു വായിച്ചു. അപ്പോൾ തന്നെ പല ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ധാരാളം പ്രശസ്തി വന്ന ഒരു സംഭവമാണ് ഈ കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് പറയുന്നത്. ഞാൻ കുറച്ച് പേരുകൾ, കുറച്ച് ഡേറ്റ്സ് ഒന്ന് നമ്മൾക്കൊക്കെ നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി പെട്ടെന്ന് പറയാം. എവിടെയെങ്കിലും തെറ്റ് വരികയാണെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാട്ടും. ചെറിയ ഡേറ്റ്സ് ഒക്കെ പറയുമ്പോൾ ചിലപ്പോൾ തെറ്റാം. അപ്പോൾ ഈ ഇന്ത്യയിലെ ഗണിതശാസ്ത്ര പാരമ്പര്യം പറയുമ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ നമ്മൾ പഠിച്ചിരുന്നത് ആര്യഭട, ഭാസ്കരാചാര്യ, ലീലാവതി എന്ന് പറഞ്ഞ പുസ്തകം എല്ലാവർക്കും അറിയാം. അതുമാതിരി ധാരാളം പേരുണ്ടായിരുന്നു. അതിനും എത്രയോ മുമ്പ് പേരില്ലെങ്കിലും 0 നമ്മളുടെ കോൺട്രിബ്യൂഷനാന്ന് പറയും അല്ലേ. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 0 ഇല്ലാതെ ഒരു മാത്സും നടക്കില്ല. പക്ഷെ ആ സമയത്തൊന്നും കേരള സ്കൂൾ എന്ന് പറഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ പഠനങ്ങളിൽ. അപ്പം നമ്മളീ പറയുന്ന ആര്യഭട, ഭാസ്കര ഇതൊക്കെ കുറേയും കൂടെ മുമ്പുള്ളതാണ്. 0 എത്രയോ മുമ്പുള്ളതാണ്. ഇതും കുറേ മുമ്പുള്ളതാണ്. മേ ബി ഒരു 12-ാം നൂറ്റാണ്ടിനും പിന്നോട്ട്, 1 മുതൽ 12-ാം നൂറ്റാണ്ട്, 4 മുതൽ 12-ാം നൂറ്റാണ്ട് വരെയുള്ള സമയങ്ങളിലൊക്കെയാണ്. അപ്പോൾ ഈ കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് എന്ന് ഫേമസ് ആയി, ഇപ്പോൾ ശരിക്കും ഫേമസ് ആണത്. നമ്മൾ ഇൻ്റർനെറ്റിൽ നോക്കിയാൽ തന്നെ അറിയാം. അപ്പോൾ അത് ഒരു 200, 250, 300 കൊല്ലങ്ങളാണ് അതുണ്ടായിരുന്നത്. അതൊരു 14-ാം നൂറ്റാണ്ടിൻ്റെ പകുതി തൊട്ട് 15, 16 നൂറ്റാണ്ടുകൾ, അപ്പോൾ ഒരു 250 കൊല്ലം വരും ഏതാണ്ട്. റഫ്ലി ഈ സമയത്താണ് നടന്ന മാത്സ്. എവിടെയാണ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ച്
പറയുകയാണെങ്കിൽ ഇപ്പോൾ ഭാരതപ്പുഴ എന്ന് പലരും പറഞ്ഞു, ഭാരതപ്പുഴയുടെ തീരങ്ങളിൽ ആണ്. അപ്പോൾ ചിലരിതിന് നിള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് എന്നും പറയും. അപ്പോൾ ഈ ഒരു 250 കൊല്ലത്തെ ഇതാണ് നമ്മൾ കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട്? അപ്പോൾ എല്ലാ രാജ്യങ്ങളിലും സിവിലൈസേഷൻ്റെ ഭാഗമാണ് മാത്സിലും ക്യൂരിയോസിറ്റി വരിക. പിന്നെ മാത്സിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ മാത്സ് കവിത മാതിരിയും സാഹിത്യം മാതിരിയും പഠിക്കാം, സയൻസിനുള്ള ആപ്ലിക്കേഷൻസ് വെച്ച് ആസ്ട്രോണമി അങ്ങനെയൊക്കെ പോയി ഫിസിക്സ് മെക്കാനിക്സ് അങ്ങനെ രീതിയിലും പഠിക്കാം. മാത്സ് 2 തരത്തിലും പഠിക്കാവുന്ന ഒരു സാധനമാണ്. അപ്പോൾ എല്ലാ സിവിലൈസേഷൻസിലും ഈ 2 തരത്തിലുള്ള ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരും ഇതൊക്കെ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാ സിവിലൈസേഷനിലും ഇത് വരാം. ഉദാഹരണത്തിന് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള പല പ്രധാന കാര്യങ്ങളും യൂക്ലിഡൊക്കെയാണ് നമ്മളറിയുക, ഗ്രീക്ക്, അതൊക്കെ വളരെ പണ്ടുള്ള മാത്തമാറ്റിക്സ് ആണ്, വളരെ പ്രധാനപ്പെട്ട മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് ഇന്ന് അത് മാത്തമാറ്റീഷ്യൻസ് മുഴുവനായിട്ടില്ലെങ്കിൽ പോലും അതിലെ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ ഇത്ര പ്രധാനമായിട്ട് എടുക്കാൻ കാരണം എന്താണ്? മറ്റ് ഹിസ്റ്റോറിക്കൽ ഇതിനേക്കാളും അവരിതിന് സ്ട്രെസ്സ് കൊടുക്കുന്നു. ഒന്ന്, ഇത് കുറേ കാലം ആരും ഇതിനെപ്പറ്റി അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇന്നലെ പിന്നെ ഞാനൊക്കെ വായിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് 1940 വരെ ഈ കേരള ഈ 250 കൊല്ലം ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട പല ഗണിതശാസ്ത്ര സംഭാവനകളും ഒരു 1940 വരെ ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ഒരു 40-ലൊക്കെയാണ് ചില ഇന്ത്യൻ ഹിസ്റ്റോറിയൻസ് ഓഫ് മാത്തമാറ്റീഷ്യൻസ് അതിനെപ്പറ്റി എഴുതി തുടങ്ങിയതും പിന്നെ അതിന് കൂടുതൽ ആൾക്കാരത് നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. കൂടുതൽ ആഴത്തിലുള്ള പഠനങ്ങൾ പല യൂണിവേഴ്സിറ്റികളിലും ഹിസ്റ്ററി ഓഫ് മാത്സ് അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് സയൻസ് പഠിക്കുന്നവർ PhD ടോപ്പിക്കൊക്കെ അതെടുത്ത് വളരെ ആഴത്തിൽ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇത് എത്ര ആ സമയത്ത്, അതായത് കാൽക്കുലസ് എന്നുള്ള വേർഡ് എല്ലാവർക്കും അറിയുന്നതാണല്ലോ അല്ലേ, കാൽക്കുലസ്. അപ്പോൾ കാൽക്കുലസ് ഞാൻ ചിലപ്പോൾ 1-2 ചോദ്യങ്ങളായി ചോദിക്കാം. ഓക്കെ, കാൽക്കുലസ് കണ്ടുപിടിച്ചത് ആരാണെന്നാണ് പറയാറ്? ന്യൂട്ടൺ. ഒരു പേരും കൂടെ ചില ആൾക്കാർ പറയും, അതും കറക്റ്റാണ്, ലൈബ്നിസ്. അപ്പോൾ ന്യൂട്ടൺ ഇംഗ്ലണ്ടിലും ലൈബ്നിസ് ഐ തിങ്ക് ജർമ്മനി. ഏതാണ്ട് ഒരേ സമയം 2 തരത്തിലാണ് ഒരേ രീതിയിലുള്ള കാൽക്കുലസിലേക്ക് എത്തിയത്. 2 വ്യൂ പോയിൻറ്റ്സും വളരെ പ്രധാനമാണ്. അപ്പോൾ ഇത് ഒരു 17th സെഞ്ച്വറി ആണ് ന്യൂട്ടനും ലൈബ്നിസും. അടുത്ത സെഞ്ച്വറിയിലാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വരുന്നത്. അതായത് ന്യൂട്ടൻ്റെയും ലൈബ്നിസിൻ്റെയും ഒക്കെ കാൽക്കുലസ് കഴിഞ്ഞ് ഒരു 100 കൊല്ലം കൂടെ കഴിഞ്ഞിട്ടാണ് ജെയിംസ് വാട്ടും സ്റ്റീം എഞ്ചിനും ലോകം തന്നെ മാറിയത്. അതിലേക്കും ഞാൻ തിരിച്ചു വരാം കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ ന്യൂട്ടൺ ലൈബ്നിസ് കാൽക്കുലസ് നോക്കുമ്പോൾ അതൊരു 1600 മിഡ് 17th സെഞ്ച്വറി ആ സമയത്ത് വരുന്നു പറഞ്ഞു. ഈ കേരള സ്കൂൾ നമ്മൾ അവസാനിപ്പിക്കുന്നത് തന്നെ അതിന് 100 കൊല്ലം മുമ്പാണ്, മിഡ് 14th to 15th 16th, മറ്റത് 17th അല്ലേ. അപ്പോൾ അത്രമാത്രം വികസിച്ച കാൽക്കുലസ് ഇവിടെ ഉണ്ടായി എന്ന് പറയുന്നത് ശരിയല്ല, അങ്ങനെ ആരും പറയാറുമില്ല. പക്ഷേ അത്രയും ഡെവലപ്ഡായ കാൽക്കുലസ് നോഷൻസ് ഇല്ലാതെ നമുക്ക് വെറും ഭാവനയിലൂടെ എത്താൻ പറ്റാത്ത ചില കാര്യങ്ങൾ കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിൽ ഉണ്ടായിരുന്നു. ഞാൻ റിപ്പീറ്റ് ചെയ്യാം. അതായത് വളരെ എന്താ പറയുക, പഠിക്കേണ്ട രീതി പഠിച്ച കാൽക്കുലസ് ബേസിക്കായി വികസിച്ചു വന്ന് അങ്ങനെയാണ് ന്യൂട്ടനും ലൈബ്നിസും ചെയ്തത്. അങ്ങനെ അവർ കണ്ടുപിടിച്ച പല കാര്യങ്ങളുണ്ട്, അതിൽ പലതും ഇവിടെ ഉണ്ടായിരുന്നില്ല. അതെന്തായാലും 100 കൊല്ലം കഴിഞ്ഞിട്ടാണ്. മാത്രമല്ല അവർ വളരെ സിസ്റ്റമാറ്റിക്കായാണ് അവിടെ എത്തിയത്. അപ്പോൾ അങ്ങനെ എത്തിയ കാര്യങ്ങളിൽ ചില വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ ഭംഗിയുള്ള, വളരെ ആപ്ലിക്കേഷൻസ് ഉള്ള ചില കാര്യങ്ങൾ കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ലോകത്തിലെ തന്നെ പല ഭാഗങ്ങളിലും ഇതിലേക്ക് അത്രയധികം അതും കുറേ കാലമായി അറിയാതിരുന്നൊരു സാധനം അല്ലേ. നമ്മൾ പല സെഞ്ച്വറീസ് മുമ്പിലുള്ളൊരു കാര്യം 1940-ൽ തന്നെ ചില ആൾക്കാർ കണ്ടെങ്കിലും കഴിഞ്ഞ ഒരു 20-25 കൊല്ലമായിട്ടാണ് ഇതൊരു വലിയ സംഭവമായി മാറിയത്. അപ്പോൾ ഇതും ഒരു കാരണമാണ്. കുറേ കാലമായി അറിയാത്തൊരു കാര്യം നമ്മൾ അറിയുന്നു എന്ന് മാത്രമല്ല, ഇത്രയും വികസിത രൂപത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിലും ആൾക്കാർക്ക് ഒരു ജിജ്ഞാസ ഉണ്ട്. കൂടുതൽ ടെക്നിക്കലായിട്ട് വേണമെങ്കിൽ പറയാം, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല, ഒക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെ കോളേജിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതിലേക്ക് വേണമെങ്കിൽ തിരിച്ചു വരാം. ബേസിക് പോയിൻറ്റ്സ് എന്ന് ആദ്യം പറഞ്ഞു വെച്ചിട്ട്. അപ്പോൾ ഈ കാര്യം കൊണ്ടാണ് ഇതിൽ വളരെയധികം ആൾക്കാർ ഇൻട്രസ്റ്റ് എടുത്തത്. പിന്നെ മറ്റ് രാജ്യങ്ങളിലുമായിട്ടുള്ള, അതായത് മെയിൻലി
ഗ്രീക്ക് മാത്തമാറ്റിക്സ്, ലെറ്റ്സ് ബ്രോഡ്ലി സേ യൂറോപ്യൻ മാത്തമാറ്റിക്സ്, അതുമായിട്ടുള്ള ഈ സ്കൂളിനുണ്ടായുള്ള ചില വ്യത്യാസങ്ങളും ഇപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുന്ന ആൾക്കാർ സ്ട്രെസ് ചെയ്യാറുണ്ട്. അപ്പോൾ മാത്സിൽ നമ്മൾ എന്താ ചെയ്യാറ്? ഒരു പരിധി കഴിഞ്ഞാൽ ഓക്കെ, സ്കൂളിലൊക്കെ നമ്മൾ കുറേ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യും. ചില ഇങ്ങനെ എത്ര ബോളുണ്ട്, എത്ര കളറുണ്ട്, അങ്ങനെ കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഹയർ മാത്തമാറ്റിക്സിൽ നമ്മൾ പുതിയ കോൺസെപ്റ്റ്സ് കൊണ്ടുവരുന്നു, പിന്നെ തിയറംസ് പ്രൂവ് ചെയ്യുന്നു. ഇതൊക്കെയാണ് മാത്സിൽ പൊതുവേ നടക്കാറ്. അപ്പോൾ അതിന് പല പല മെത്തേഡ്സ് ഉണ്ടാവാം. ഉദാഹരണത്തിന് നമ്മൾ ഗ്രീക്ക് മാത്തമാറ്റിക്സ് എടുക്കുകയാണെങ്കിൽ 1-2 വളരെ ഫേമസ് ടൂൾസ് നമുക്ക് പ്രായോഗിക ജീവിതത്തിൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഒരു കാര്യം, ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത് ശരിയാണെന്ന് നമുക്ക് സ്ഥാപിച്ചെടുക്കണം, പ്രൂവ് ചെയ്യണം. അതിനുള്ള ഒരു വഴി അത് ശരിയല്ല എന്ന് വിചാരിക്കുക, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, എന്നിട്ട് ഒരു കോൺട്രഡിക്ഷൻ കിട്ടുക. അപ്പോൾ ആ കോൺട്രഡിക്ഷൻ കിട്ടിയത് എന്തുകൊണ്ടാണ്? ശരിയാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്ന സാധനം ശരിയല്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അതിൽ നിന്ന് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഡിഡക്റ്റ് ചെയ്ത് എവിടെയെങ്കിലും എത്തി. അതുകൊണ്ട് ആദ്യത്തെ ഇത് ശരിയാവണം. അത് വളരെ നമ്മൾ ഒരു നിമിഷം ആലോചിക്കുകയാണെങ്കിൽ വളരെ 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 ഭംഗിയുള്ള ഒരു സ്ട്രാറ്റജിയാണത്. ഒരു കാര്യം നമ്മൾ ശരിയാണെന്ന് തെളിയിക്കണമെങ്കിൽ. ഇത് യൂക്ലിഡിൻ്റെ കാലത്ത് തന്നെ ഗ്രീക്ക് മാത്തമാറ്റിക്സിൽ ഈ സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് നമ്മൾ സ്കൂളിൽ തന്നെ ചെയ്തിട്ടുണ്ടാവും പ്രൈം നമ്പേഴ്സ്. ദർ ആർ ഇൻഫൈനൈറ്റ്ലി മെനി ഓഫ് ദം. പ്രൈം നമ്പേഴ്സ് ഇൻഫൈനൈറ്റ്ലി, അതിൻ്റെ യൂക്ലിഡിൻ്റെ പ്രൂഫ് തന്നെ അത് സപ്പോസ് ഓൺലി ഫൈനൈറ്റ്ലി മെനി പ്രൈം നമ്പേഴ്സ് ആർ ദേർ ആൻഡ് ദെൻ ഹി ഡിറൈവ്സ് എ കോൺട്രഡിക്ഷൻ. അങ്ങനെയാണ് അത് പ്രൂവ് ചെയ്തത്. അപ്പോൾ പക്ഷേ ഇങ്ങനത്തെ മെത്തേഡ്സ് കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിൽ കാണാൻ പറ്റില്ല. അതായത് വളരെ സ്കോളർലി, ലോജിക്കൽ, ആ രീതിയിലുള്ള, അതായത് വെറും എന്താ പറയുക, തലച്ചോറ് മാത്രം ഉപയോഗിച്ചുള്ള, അല്ലെങ്കിൽ കുറച്ച് ആക്സിയംസ് ഉണ്ട് എന്നിട്ട് ആക്സിയമാറ്റിക്കലി ഡിഡക്റ്റ് ചെയ്യുക, അതൊക്കെയാണ് മോഡേൺ മാത്തമാറ്റിക്സിൽ വളരെ വളരെ സീരിയസ് ആയി എടുക്കാറ്. ഇങ്ങനത്തതൊന്നും കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിൽ പല കാര്യങ്ങളും അവർക്ക് കിട്ടിയപ്പോഴും അതിൽ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനത്തെ റീസണിങ് അല്ല. എന്താണ് ഉള്ളത്? ഒന്ന് റിക്കേഴ്സീവ് റീസണിങ്. അതായത് അതും വളരെ എളുപ്പമാണ്. നമ്മൾ ഒരു ഉള്ളി എടുത്തിട്ട് നമുക്ക് ഉള്ളിയുടെ ആദ്യത്തെ തോല് കളയാൻ പറ്റും, നമുക്കതിനുള്ള കഴിവുണ്ടെങ്കിൽ അതേ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് രണ്ടാമത്തെ തോലും കളയാൻ പറ്റും. തോല് കളയല്ല, അതിൻ്റെ ഉള്ളിലേക്ക് എത്തുക, കാമ്പിലേക്ക് എത്തുക. അതാണ് റിക്കേഴ്സീവ് റീസണിങ്. അപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം, ഇപ്പോൾ മൂന്ന് ലെറ്റേഴ്സ് നിങ്ങളൊന്ന് ABC, എത്ര തരത്തിൽ അത് അറേഞ്ച് ചെയ്യാൻ പറ്റും? ABC 1, ACB 1, പിന്നെ BAC, BCA, CAB, CBA, 6 എണ്ണം അല്ലേ? ഈ 6 എന്താണ്? 3 × 2 × 1 ആണ്. അതിനാണ് നമ്മൾ 3 ഫാക്ടോറിയൽ എന്ന് പറയുക. അപ്പോൾ n ഫാക്ടോറിയൽ നമ്മൾക്ക് കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ അത് റിക്കേഴ്സീവ് ആണ്. n × n-1 ഫാക്ടോറിയൽ. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം n-1. അപ്പോൾ ഉള്ളിലേക്ക് പോയി ഉള്ളിയുടെ തോല് കളയുന്ന മാതിരിയാണ് നമ്മളത് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഇതാണ് ഒരു തരം പ്രൂഫ് ടെക്നിക്ക്, റിക്കേഴ്സീവായിട്ട് ചെയ്യുക. അതായത് നമ്മൾ ഏറ്റവും മേലെയുള്ളത് ഒന്ന് മാറ്റി അതിനടിയിലേക്കുള്ള അതേ രീതിയിൽ തന്നെ മാറ്റി അതിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നു. ഇതും വളരെ മനോഹരമാണ്. പക്ഷേ ഇത് വെറും എന്താ പറയുക, നമുക്ക് നേരത്തെ പറഞ്ഞ മാതിരി വെറും ഒരു ബൗദ്ധിക തലത്തിലുള്ളതെന്ന് പറയാൻ പറ്റില്ല. ഇതിലൊരു എന്താ പറയുക, ഒരു ഫിസിക്കൽ ഇതുണ്ട് അല്ലേ? ഞാൻ തന്നെ പറഞ്ഞു ഉള്ളിന്ന്. അപ്പോൾ നമ്മളങ്ങനെ എന്താ പറയുക, നമ്മളൊരു കാര്യം തൊട്ടുകൊണ്ട് ചെയ്യാണ്, വെറും ബുദ്ധി ഉപയോഗിച്ചിട്ടല്ല. ലോജിക്കൽ റീസണിങ് ആണെങ്കിൽ പോലും നമ്മൾക്ക് കുറച്ചും കൂടെ അതിലൊരു കൺട്രോൾ ഉണ്ട്. അപ്പോൾ ഇതാണ് റിക്കേഷൻ. ഇങ്ങനെ റിക്കേഷനാണ് കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിൻ്റെ ഒരു മുഖമുദ്ര. വേറൊന്ന് മാത്സിൽ അവർ പറയും ഇൻഡക്ഷൻ. ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മളൊരു കുറേ ഡാറ്റ അല്ലെങ്കിൽ കുറേ പിക്ചേഴ്സ് കാണുന്നു, അതിൽ നമ്മളൊരു പാറ്റേൺ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നു. ഒരു പാറ്റേൺ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ പാറ്റേൺ എങ്ങനെ കൂടുതൽ പോവാം, അതിൽ നിന്ന് നമുക്കൊരു തിയറം കിട്ടുമോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുമോ എന്നുള്ള രീതിയിൽ ഇൻഡക്ഷൻ. ഏറ്റവും ആൾക്കാർ, അതായത് ഈ സമയത്ത് മറ്റ് രാജ്യങ്ങളിലെ മാത്സിൽ ഉണ്ടാവാതെ കേരള സ്കൂളിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും അത്ഭുതപ്പെടുന്ന റിക്കേഷനും ഇൻഡക്ഷനും ഒക്കെ മറ്റ് പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ ന്യൂട്ടന് മുമ്പ് കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിൽ മാത്രം ഉണ്ടായിരുന്ന, ആ സമയത്ത് വേറെ എവിടെയും ഉണ്ടാവാതിരുന്ന, അതായത് നമ്മൾ പലരും ന്യൂട്ടൺ, ലൈബ്നിസ് തൊട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യം, ഒരു എന്താ പറയുക, ഒരു ഇൻഫിനിറ്റി എന്നുള്ള കോൺസെപ്റ്റ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു, പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു.
അപ്പോൾ ഒരു ഒരു കാര്യങ്ങൾ നമ്മൾ കുറച്ച് ചെയ്യുക, ഫൈനൈറ്റ് തന്നെ കുറച്ച് ചെയ്യുക, കുറച്ചുകൂടെ ചെയ്യുക, എന്നിട്ട് ലെറ്റ്സ് ടേക്ക് ദ ലിമിറ്റ്, പാസേജ് ടു ലിമിറ്റ്, എന്നിട്ട് ഇൻഫിനിറ്റിയിലേക്ക് എത്തിയിട്ട് ഈ ഒരു കോൺസെപ്റ്റും ചെറുതായിട്ടുണ്ടായിരുന്നു. ഉദാഹരണത്തിന് വളരെ ഫേമസ് ആയൊരു സ്റ്റോറി ഉണ്ട്, ക്രിസ്തുവിന് മുമ്പ് തന്നെയുള്ള. എനിക്ക് ഇവിടുന്ന് ആ റൂമിൻ്റെ അറ്റം വരെ പോകണം. ഉറുമ്പിനെ പറ്റിയാണ് പറയുക, പക്ഷെ ഞാൻ പോവാന്ന് വിചാരിക്കാം. എനിക്ക് ആ അറ്റം വരെ പോകാൻ പറ്റുമോ ഇല്ലയോ? നിങ്ങളെന്താ പറയുന്നത്? ഞാൻ ഇവിടുന്ന് എണീറ്റ് നടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് ആ ചുമര് തൊടാൻ പറ്റുമോ? പറ്റും, ഞാൻ പോയി തൊട്ട് കാട്ടിത്തരാം. പക്ഷെ നമുക്കിതിനെ മാത്തമാറ്റിക്കലായി ചിന്തിക്കാം. നിങ്ങൾ നോക്കൂ ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന്. എനിക്ക് ഇവിടുന്ന് ആ ചുമര് തൊടണമെങ്കിൽ ഓൾ ഓഫ് യു എഗ്രി ഇതിൻ്റെ പകുതിയിൽ എനിക്ക് ആദ്യം എത്തണം, ഇല്ലാതെ അവിടെ എത്താൻ പറ്റില്ലല്ലോ. സമ്മതിച്ചല്ലോ? ആർക്കും ഇതിൽ വിരോധമില്ലല്ലോ. പകുതി അവിടെ എത്തണമെങ്കിൽ അതിൻ്റെ പകുതി ആദ്യം എത്തണം, ഇല്ലാതെ അവിടെ എത്താൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ എത്താൻ പറ്റില്ല. അതിൻ്റെ പകുതി എത്തണം, അതിൻ്റെ പകുതി എത്തണം. അപ്പം ഞാൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക? ഇതിൻ്റെയൊക്കെ പകുതി എത്തിക്കഴിഞ്ഞിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ വരുന്നതും ഈ പാസേജ് ടു ലിമിറ്റ് എന്നുള്ള കോൺസെപ്റ്റ് തന്നെയാണ്. ഈ നേർപകുതി കാൽക്കുലേറ്റ് ചെയ്ത് ആ ഇൻഫിനിറ്റ് സം ചെയ്ത് കഴിഞ്ഞാലും ടോട്ടൽ ആ ഡിസ്റ്റൻസ് കിട്ടും. പക്ഷെ ഒരു ഇൻഫിനിറ്റ് സമ്മാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഫിനിറ്റ് നോഷൻസ് ഉണ്ട്. ഇത് ക്രിസ്തുവിന് മുമ്പുള്ള കഥയാണ്, വളരെ പണ്ടുള്ള. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. ഈ പാസേജ് ടു ലിമിറ്റ് ഉള്ള ഇതാണ് പാസേജ് ടു ലിമിറ്റ്. ഒരു തമാശ പറയുക, ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് കാൽക്കുലസ് വഴി മാത്രം കിട്ടാവുന്ന പല സീരീസ് എക്സ്പാൻഷൻസും പല ആപ്ലിക്കേഷൻസിനുള്ള പല കാര്യങ്ങളും ഇവിടെ എഴുതിയെന്ന് മാത്രമല്ല, ചിലപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും എവിടെയും കാര്യങ്ങൾ കിട്ടാം. അതിൻ്റെയൊക്കെ ഫുൾ പ്രൂഫും കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിൽ ഉണ്ടായിരുന്നു. പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ റിഗർ വെച്ചുള്ളതല്ല, പക്ഷേ ഇപ്പോഴത്തെ മാത്തമാറ്റീഷ്യൻസ് നോക്കുമ്പോൾ ദിസ് ഈസ് ഓൾസോ വാലിഡ് എന്ന് അവർ പറയും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇത്രയും എന്താ പറയുക വളരെ ഫേമസായി മാറിയത്. കുറച്ച് സമയം കൂടെ എടുക്കാം, 2-3 മിനിറ്റും കൂടെ. ഒരു പോയിന്റും കൂടെ പറയാം, കാരണം അവിടെയാണ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത. ഗണേഷ് മാഷൊക്കെ കൂടുതൽ അതിനെപ്പറ്റി പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പോയിന്റും കൂടെ പറഞ്ഞിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാം. അത് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഇവിടുത്തതും പണ്ട് ഉള്ള പല സംസ്കാരങ്ങളിലെ മാത്തമാറ്റിക്സും നോക്കുമ്പോൾ വെറും ബൗദ്ധിക തലത്തിലുള്ള പ്രൂഫ് ടെക്നിക്സ് അല്ല ഇവിടെ ഉപയോഗിച്ചിരുന്നത്. ഇവിടുത്തെ ഞാൻ പറഞ്ഞു റിക്കർഷൻ, ഇൻഡക്ഷൻ, പാസേജ് ടു ലിമിറ്റ് ഓഫ് കോഴ്സ്. ഇതൊക്കെ കുറച്ചും കൂടെ എന്താ പറയുക, നമ്മൾ കൈകൊണ്ട് തൊടാവുന്ന, അതായത് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ അതുമാതിരി ഈ ഇൻഫിനിറ്റ് സീരീസ് വരുമ്പോൾ ഇൻഫിനിറ്റ് സീരീസിൻ്റെ ഫൈനൽ ആൻസർ മാത്രമല്ല, ഈ സീരീസ് വെച്ചാൽ നമുക്ക് കൂടുതലായി ഫാസ്റ്റായി അത് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. മറ്റേത് ഉപയോഗിച്ച് എന്തെങ്കിലും, അതായത് ന്യൂമറിക്കൽ അനാലിസിസ് എന്നൊക്കെ ഇപ്പോൾ പറയില്ലേ, നമുക്ക് എത്ര പെട്ടെന്നൊരു കാര്യം കമ്പ്യൂട്ട് ചെയ്യാം. അങ്ങനത്തെ വളരെ പ്രാക്ടിക്കലായുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇവിടുത്തെ മാത്തമാറ്റീഷ്യൻസ് ഫോക്കസ് ചെയ്തത്. അപ്പോൾ ഈ രീതിയിൽ നോക്കുമ്പോൾ നമ്മൾ മാത്സ് പൊതുവേ പറയും പ്യുവർ മാത്തമാറ്റിക്സ് ആൻഡ് അപ്ലൈഡ് മാത്തമാറ്റിക്സ് 2 വിഭാഗമായി പറയും. ശുദ്ധഗണിതം അപ്ലൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രയോഗത്തിൽ വരുത്താതെ പ്രായോഗിക ഗണിതം എന്ന് പറയാം. അപ്പോൾ ഈ 2 രീതിയിൽ നോക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞത് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇവിടെ ഉണ്ടായിരുന്ന മാത്സ് പ്യുവർ നേച്ചറായിരുന്നോ അപ്ലൈഡ് നേച്ചറായിരുന്നോ? അതായത് നമുക്ക് ഇവരുടെ പ്രൂഫ് ടെക്നിക്സ് പ്യുവർ മാത്സ് പറയുമ്പോഴും അതൊക്കെ നമ്മൾക്കിങ്ങനെ കൂടുതൽ നമുക്ക് പ്രാക്ടിക്കലായിട്ട് വരുന്ന രീതിയിലാണ് ഇതൊക്കെ വന്നേക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഇവിടെയാണ് ഒരു കോൺട്രഡിക്ഷൻ വരുന്നത്. അതാണ് ആർക്കും അതിനെപ്പറ്റി ഒരു ഉത്തരമല്ല ഇപ്പോഴും. പക്ഷെ അതൊരു ഹിസ്റ്റോറിക്കൽ ഇതാണ്, ഒരു ഇൻട്രസ്റ്റുള്ള കാര്യമാണ്. അപ്പോൾ ഈ രീതിയിൽ മാത്സിൻ്റെ തന്നെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ മറ്റ് പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്ന വെറും ബൗദ്ധിക തലത്തിലുള്ള ഇത് മാത്രമല്ല, കൂടുതലൊരു എന്താ പറയുക, അതുമാതിരി ചെയ്തതൊക്കെ ആസ്ട്രോണമി ആപ്ലിക്കേഷൻസ് വെച്ചിട്ടാണ്. ആസ്ട്രോണമിയാണ് കേരള സ്കൂൾ ഓഫ് മാത്സിനെ ലീഡ് ചെയ്തത്. അപ്പോൾ അപ്ലൈഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വളരെ ഭംഗിയുള്ള മാത്സാണ് ഇവിടെ വന്നത്. അപ്പോൾ ബ്രോഡ്ലി നമുക്ക് പറയുകയാണെങ്കിൽ ഇവിടെ കൂടുതൽ എന്താ പറയുക, ഒരു അപ്ലൈഡ് മാത്സ് ഓറിയൻറ്റേഷനാണ് പ്യുവർ മാത്സിനുള്ളിൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്നതെന്ന് പറയാം. ഇനി ഞാൻ മറ്റതും കൂടെ കണക്ട് ചെയ്തിട്ട് ഞാൻ നിർത്താം. അവിടെ ഒരു 1600 മിഡ് 17th സെഞ്ച്വറിയാണ് കാൽക്കുലസ് അവിടെ വരുന്നത്. ന്യൂട്ടൺ, ലൈബ്നിസ് ഒക്കെ 17th സെഞ്ച്വറി. അത് കഴിഞ്ഞ് ഇതുകൊണ്ട് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഉണ്ടായി എന്ന് പറയുന്നത് ശരിയല്ല. അതിന് പല കാരണങ്ങളുണ്ടാവും. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ഇത് പലതും ഉണ്ടാവും. പക്ഷേ ആ മെക്കാനിക്കൽ പാർട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റീം എൻജിൻ, മറ്റ് പല എൻജിൻസ്, അതായത് ആപ്ലിക്കേഷൻസ് ആണ്, ഫ്ലൂയിഡ് മെക്കാനിക്സ്, ഇതിനൊക്കെ വേണ്ട മാത്സ് 100 കൊല്ലം മുമ്പ് കാൽക്കുലസ് വഴി ഉണ്ടാക്കി കഴിഞ്ഞു.
അപ്പോൾ ഫിസിക്സ്, അതുവഴി മെക്കാനിക്സ്, അതുവഴി റിയൽ മെഷീൻസ്, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, ലോകം തന്നെ മാറിയതിൻ്റെ അടിസ്ഥാന ഗണിത സൗകര്യങ്ങൾ അതിനു മുമ്പ് തന്നെ വന്നു കഴിഞ്ഞു. അതിൻ്റെ ഗുണം അവർക്ക് കിട്ടി. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായി നമുക്ക് ചോദിക്കാവുന്നൊരു ചോദ്യം, ഇവിടെ അതിന് 250 കൊല്ലം മുമ്പ് ഏതാണ്ട് ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷനോ ഒന്നും ഉണ്ടായില്ല. ഇവിടെ നിന്ന് മാത്രമല്ല, ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലും ഉണ്ടായില്ല. ഇതിന് കാരണം എന്താണെന്നുള്ളത് ഇപ്പോഴും ഒരു വളരെ റിഗറസായുള്ള ഉത്തരം ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യനാണ്. ഒരു കാര്യം പറയുന്നത് ഇവിടെ, അപ്പം ഞാൻ പേരുകൾ പറയാമെന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല. ഏറ്റവും പ്രധാനപ്പെട്ട പേര് ഫൗണ്ടർ ഓഫ് കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ്, നിങ്ങൾ ആരെയും പറയുന്നു? മാധവ സംഗമഗ്രാമ മാധവൻ. പിന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട 2 വേറെ പേര് 16th സെഞ്ച്വറി ആകുമ്പോൾ, ഒന്ന് നീലകണ്ഠ സോമയാജി, മറ്റത് ഏറ്റവും പ്രധാനപ്പെട്ട പേര് ജ്യേഷ്ഠദേവൻ. അപ്പോൾ മാധവൻ്റെ പുസ്തകങ്ങളൊന്നും ലഭ്യമല്ല. അപ്പോൾ മാധവനാണ് ഇതൊക്കെ ചെയ്തതെന്നുള്ള, ബാക്കിയുള്ളവർ അദ്ദേഹത്തെ റെഫർ ചെയ്യുന്നത് കൊണ്ടും അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസ് ആണ് ഞങ്ങൾ എന്നൊക്കെ പറയുന്നത് കൊണ്ടുമൊക്കെയാണ് നമ്മൾ മാധവനിൽ ഇതൊക്കെ ആട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും അവസാനം വന്ന ഏറ്റവും പ്രശസ്തമായ പുസ്തകമാണ് ജ്യേഷ്ഠദേവൻ്റെ യുക്തിഭാഷ. ഇതൊഴിച്ച് ബാക്കി കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിലെ എല്ലാ പുസ്തകങ്ങളും എഴുതിയത് ഏത് ലാംഗ്വേജിലാണ്? സംസ്കൃതത്തിലാണ്. യുക്തിഭാഷ മാത്രമാണ് ഈ ഫേമസ് പുസ്തകങ്ങളിൽ മലയാളത്തിൽ എഴുതപ്പെട്ട പുസ്തകം. അപ്പോൾ ഒരു ഉത്തരം നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യത്തിന് പറയാൻ പറ്റുന്നത്, ഇത് ഇവരെന്തൊക്കെയോ സംസ്കൃതത്തിൽ എഴുതി, ഇതും സാധാരണ ആൾക്കാരായിട്ട് ബന്ധമുണ്ടായിരുന്നില്ല, അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നവർ. പക്ഷേ അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് അവിടെ ചോദിക്കാം, ഏത് ഭാഷയിലാണ് ന്യൂട്ടനും ലൈബ്നിസും ഒക്കെ എഴുതിയത്? അവരൊക്കെ എഴുതിയത് സംസ്കൃതത്തിൻ്റെ പാരലിലാണ്, ലാറ്റിനിലാണ്. അവരെഴുതി ഇംഗ്ലീഷിലോ ഫ്രഞ്ചിലോ അല്ല. പക്ഷെ എന്നിട്ടും അവിടെ അതൊക്കെ സംഭവിച്ചു. അപ്പോൾ ഒരു കാര്യം ആൾക്കാർ പറയുന്നത്, ലാറ്റിനിലൊക്കെ എഴുതിയാലും അവിടെ അതിനുവേണ്ട ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇതുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ റോയൽ സൊസൈറ്റി ആ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ സൊസൈറ്റികൾ ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ ഒരു അക്കാഡമിക് ബ്രോഡ് കൾച്ചർ ഉണ്ടാവുമ്പോൾ, നിങ്ങൾ നിങ്ങളുടേതിൽ ഫോക്കസ് ചെയ്താലും നിങ്ങൾ ബാക്കിയുള്ളവർ, ഇപ്പോൾ ഇവിടെ തന്നെ ഞങ്ങൾ രണ്ടുപേരും അടുത്തടുത്തിരിക്കുമ്പോൾ ഞാൻ ലോഹങ്ങളെ പറ്റി കേൾക്കുന്നു, അദ്ദേഹം മാത്സിനെ പറ്റി കേൾക്കുന്നു. നേരെ മറിച്ച് ഞാൻ മാത്സ് മാത്രം ചെയ്ത് നിൽക്കുമ്പോൾ ഇങ്ങനത്തെ ആ ഒരു ഇൻറ്ററാക്ഷൻ വരില്ല. അപ്പോൾ വേറൊരു കാര്യം ആൾക്കാർ പറയുന്നത്, അവിടെ ഇവർ ലാറ്റിനിലൊക്കെ എഴുതിയാൽ പോലും കൂടുതൽ ഇൻറ്ററാക്ഷൻ ഉണ്ടായിരുന്നു. മാത്രമല്ല ഒരു സൊസൈറ്റിയിലൊരു കൾച്ചർ ഓഫ് എക്സ്പെരിമെൻറ്റേഷൻ, അങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതുണ്ടായിരുന്നു. അപ്പോൾ പല കാര്യങ്ങൾ കൊണ്ടും ഒരു കറക്റ്റ് സമയത്താണ് അവിടെ അതൊക്കെ വന്നത്. ഇവിടെ പെർഹാപ്സ് അതുണ്ടായിരുന്നില്ല. പക്ഷെ അവസാനം എന്തായാലും നമുക്ക് അങ്ങനത്തെ മെഷീൻസോ അങ്ങനത്തെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് താരതമ്യപ്പെടുത്താവുന്ന ഒന്നും ഇവിടെ ഉണ്ടായി നമ്മൾ അറിയുന്നില്ല. അപ്പോൾ അങ്ങനൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത്രയൊക്കെ തന്നെയുള്ളൂ മെയിൻ പോയിന്റ്സ്. ഇനി വേണമെങ്കിൽ ഡിസ്കഷൻ വരുമ്പോൾ പറയാം. താങ്ക് യു. അപ്പോൾ 2 പ്രസൻറ്റേഷൻസ് കഴിഞ്ഞു. ആനന്ദ് കുറച്ച് ചോദ്യങ്ങളാണ് അവസാനിപ്പിച്ചത്. ഈ ഇന്ത്യൻ മാത്തമാറ്റിക്സിനെ കുറിച്ച് പറയുമ്പോൾ അവർ ജീവിച്ച് കുറേ കാര്യങ്ങൾ ചെയ്തു മരിച്ചുപോയി. അതുകൊണ്ട് എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടായത്, എന്തുകൊണ്ടാണ് ഇമ്പാക്റ്റ് ഇല്ലാതെ പോയത്, ഇങ്ങനെ കുറേ ചോദ്യങ്ങളൊക്കെ ഉയർത്തിയിട്ടുണ്ട്. നമ്മുടെ പലരും മനസ്സിൽ വരുന്ന ചോദ്യങ്ങളാണുള്ളത്. അപ്പോൾ അതിലൊക്കെ ഉത്തരം പറയാൻ ഒരുപക്ഷെ ആൾക്കാർ ഹിസ്റ്റോറിയൊക്കെ പഠിച്ചവരായിരിക്കും. അപ്പോൾ അതിൽ ഗണേഷ് അതിന് പ്രതികരിച്ചിട്ട് തുടങ്ങും. അതിനുശേഷം നമുക്ക് മറ്റു ചോദ്യങ്ങളിലേക്ക് പോകാം. എനിക്കൊന്ന് ചോദ്യം ചോദിച്ചതിന് ശേഷം ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഇത് മറന്നു പോകും. അല്ല, ആ ചോദ്യത്തിന് ഉത്തരം പറയാം. എൻ്റെ മനസ്സിലുള്ള ഉത്തരം പറയാം. അതുകൂടാതെ അല്ലെങ്കിൽ രണ്ടുപേരോട് ചോദിക്കാനുള്ള മറന്നു പോകും. അപ്പോൾ അങ്ങനെയാണ് ചോദ്യങ്ങൾ. പലരും കൈ ഉയർത്തിയുണ്ട്. ഒന്ന് മൈക്ക് ഒന്ന് കൊടുക്കും. 2 ചോദ്യങ്ങളാണ്. ഒന്ന് അയൺ ഓർ റിലേറ്റഡ് ആയിട്ടുള്ള, അതിൻ്റെ ടൈം സ്കെയിലിനെ പറ്റിയിട്ട് പ്രതിപാദിച്ചിട്ടില്ല. 1940s സെക്കൻഡ് വീണ്ടും പുനർഗണനം വരുന്ന സമയം പറഞ്ഞു. പക്ഷേ അതിന് മുന്നേ എപ്പോഴായിരുന്നു ആദ്യമായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് എന്നുള്ള സാധനത്തിനെ പറ്റി അറിഞ്ഞാൽ കൊള്ളുന്നുണ്ട്. പിന്നെ മാത്തിനെ പറ്റിയിട്ട്, നമ്മുടെ ഈ കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് സ്റ്റാർട്ട് ചെയ്ത് 14th സെഞ്ച്വറി എന്നാണ് പറയുന്നത്. പക്ഷേ കേരളൻ്റെ ഹിസ്റ്ററി നോക്കുമ്പോൾ മാരിടൈം അഫയേഴ്സ് ഒരുപാട് ഉണ്ടായിരുന്ന ഒരു സ്റ്റേറ്റാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഈ കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തത് എന്നതിനെ പറ്റി എന്തെങ്കിലും അറിയോ എന്നുള്ള ചോദ്യം കൂടി. എനിക്ക് മാത്സുമായി ബന്ധപ്പെട്ടിട്ട്
ആണ് സാറിനോട് ചോദിക്കാനുള്ളത്. ഇവിടെ പറഞ്ഞു യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ടായ പോലെയുള്ള റെവല്യൂഷൻസ്, അതായത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനൊന്നും അതിലൊന്നും അപ്ലിക്കബിലിറ്റി ഇവിടുത്തെ മാത്സ് കൊണ്ട് ഉണ്ടായില്ല എന്ന് പറഞ്ഞു. അപ്പം അതിനോടൊപ്പം തന്നെ സാറ് പറഞ്ഞു ഇത് അധികം ഒരു പുസ്തകം ഒഴികെ ബാക്കിയെല്ലാം സംസ്കൃത ഭാഷയിലാണ് എഴുതപ്പെട്ടത് എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് സ്വാഭാവികമായിട്ടുള്ള സംശയം, ഈ സംസ്കൃതം എന്ന് പറയുന്നത് ഒരു വരേണ്യ ഭാഷയും അതുപോലെ ആ പുസ്തകങ്ങളൊക്കെ ഒരു പ്രത്യേക കൾച്ചർ അല്ലെങ്കിൽ പ്രത്യേക സമുദായത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ആയിരുന്നല്ലോ നമ്മൾ മുൻകാലങ്ങളിൽ, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയുടെയൊക്കെ ഭാഗമായിട്ട് അത്തരം ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രമായി ഒതുങ്ങി നിന്നതുകൊണ്ടാണോ അത് ഈ നമ്മുടെ ഇത്രയും അറിവുകൾ ഒരു റവല്യൂഷന് വേണ്ടിയിട്ടൊന്നും അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുണ്ടായ പോലെ പരിണമിക്കാതിരിക്കാൻ കാരണമായത് എന്ന് എനിക്കൊരു സംശയം. ചോദ്യത്തിന് ഉത്തരം കഴിഞ്ഞിട്ട് ഇനി അടുത്ത ചോദ്യം. അതായിരിക്കും നല്ലത്, നമ്മളും മറന്നു പോകും. അപ്പോൾ 50കളിൽ ഞാൻ അനുമാനിച്ചെടുത്ത ഒരു പീരീഡാണ് 39-45 സെക്കൻഡ് വേൾഡ് വാർ. നമുക്കറിയാം അതിനു മുമ്പ് 18-19 നൂറ്റാണ്ടുകളിൽ ഇത് വ്യാപകമായി മലബാറിൽ നിലനിന്നിരുന്നു. മലബാറിൽ മാത്രമല്ല, തിരുവിതാംകൂറുണ്ട്, WH കുള്ളൻ്റെ റിപ്പോർട്ടുകളുണ്ട്, നിലനിന്നിരുന്നു എന്നുള്ളൊരു തെളിവും. ഇപ്പം ഞാൻ കണ്ട അവശിഷ്ടങ്ങളുടെ കാലയളവ് എനിക്ക് നിർണ്ണയിക്കാൻ പറ്റില്ലായിരുന്നല്ലോ. അപ്പോൾ ഫർണസ് തന്നെ ഞാൻ അന്ന് കാണുമ്പോൾ തലച്ചനിനും പറഞ്ഞത് ഒരു 150 വർഷത്തെ പഴക്കം അന്നുണ്ടാവുന്നതാണ് ആ ഫർണസിന്. അപ്പോൾ ഇപ്പോൾ ഒരു 180 വർഷം. അപ്പോൾ നമുക്ക് ഒരു 18-19 നൂറ്റാണ്ടുകളിൽ ഇതിൻ്റെ വ്യാപകമായ സാന്നിധ്യം ഉണ്ടെന്നുള്ള തെളിവുണ്ട്. പിന്നെ നമുക്ക് പുരാവസ്തു തെളിവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഈ കൊല്ലം ജില്ലയിലെ മങ്ങാട് എന്ന് പറയുന്ന മെഗാലിത്തിക് മോണിമെൻറ്റിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അയൺ സ്ലാഗും ഇരുമ്പിൻ്റെ അവശിഷ്ടങ്ങൾക്ക് രാജഗുരുക്കളുടെ പുസ്തകത്തിനകത്ത് പറയുന്നത് ക്രിസ്തുവിന് മുൻപ് 8-ാം നൂറ്റാണ്ടിൽ നിന്നാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു വളരെ പ്രാചീനമായ ഒരു ചരിത്രം കാലത്തും ഇത് ഉണ്ടായിരുന്നു എന്ന് പറയാവുന്ന തെളിവുകൾ ഇവിടെയുണ്ട്. ഇപ്പോൾ അതിനേക്കാൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഇപ്പോൾ നമുക്കറിയാം 2025 ഫെബ്രുവരി മാസത്തിലാണ് സ്റ്റാലിൻ ആൻറ്റിക്വിറ്റി ഓഫ് അയൺ എന്നും പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള ഇപ്പോൾ നമുക്കറിയില്ലേ കീഴടിയിലെ സംഭവമായിട്ട്. പക്ഷേ കീഴടിയിലത്തെ അല്ല, അത് ആദിച്ചനെല്ലൂരാണ്. ഈ താമ്രപർണി പുഴയുടെ തീരത്തുള്ള ആദിച്ചനെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ലഭിച്ചിട്ടുള്ള ഇരുമ്പിൻ്റെയും കരിയുടെയും അവശിഷ്ടങ്ങളുടെ പഴക്കം ആണ് ക്രിസ്തുവിന് മുമ്പ് 3250 ആണ് ഏകദേശങ്ങൾ. ഇപ്പോൾ നമുക്ക് പണ്ടത്തെ കാർബൺ ഡേറ്റിനേക്കാൾ ആക്യുറസി ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ പക്ഷേ ഭൂമിയിൽ മനുഷ്യനിർമ്മിതമായ ഇരുമ്പ് ഉണ്ടായതിൻ്റെ പഴക്കം പറയുന്നത് 2000 വർഷമുള്ളൂ ക്രിസ്തുവിന് മുൻപ്. അത് ഇന്നത്തെ തുർക്കി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ലഭിച്ചിട്ടുള്ളതാണ് അതിൻ്റെ ആവശ്യം. അതിന് മുമ്പുള്ളൊക്കെ തന്നെ ഉൽക്കകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇരുമ്പിൻ്റെ നിർമ്മിച്ചിട്ടുള്ള ബിനൈപ്പ് എന്നൊരു പദം കൊണ്ടാണ് അതിനെ വിശേഷിപ്പിക്കാറുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇതുവരെ ഉണ്ടായിരുന്ന കോൺസെപ്റ്റ് മുഴുവൻ തകർക്കുന്നതാണ് ആദിച്ചനെല്ലൂരിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഇരുമ്പ് അവശിഷ്ടങ്ങളുടെ കാലപ്പഴക്കം. അത് ഇന്ന് തുടങ്ങിയല്ല. 1900 അലക്സാണ്ടർ ദിയാന എന്ന് പറയുന്ന ഒരാൾ, ഒരു ആർക്കിയോളജിസ്റ്റ് 1896 വർഷങ്ങൾ, അതായത് 150 വർഷം മുമ്പ് അന്ന് കണ്ടെത്തിയ അന്ന് തന്നെ അങ്ങനെ ഹൈപ്പോത്തീസിസ് ഉണ്ടായിരുന്നു. ആ ഹൈപ്പോത്തീസിസ് പ്രൂവ് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിശാലമായ സൗത്ത് ഇന്ത്യയുടെ ഭാഗമായിട്ടാണല്ലോ അന്ന് കേരളം കിടന്നിട്ടുണ്ടാവുക. ഇപ്പം ഇന്നത്തെ സംസ്ഥാനത്തിൻ്റെ സ്വഭാവമൊക്കെ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ വേറെ രസകരമായ കാര്യം പറയാം. ഇപ്പോൾ ഈ ഞാൻ അട്ടപ്പാടിയിലാണ് ജോലി ചെയ്തിരുന്നു. ഇപ്പം ഒരു പകുതി അട്ടപ്പാടിക്കാരനാണ്. അട്ടപ്പാടിയിൽ മട്ടത്തുകാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് റീസെൻ്റായിട്ട് കുഴിച്ചെടുത്തിട്ടുള്ള മൺപാത്രങ്ങളുടെ ഇതും കീഴടിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നതും വളരെ സമാനമാണ്. അത്ര പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പലതരത്തിലുള്ള പാത്രങ്ങളാണ്. അത്തരം പാത്രങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ മെറ്റൽ ഉപയോഗിക്കാണ്ട് അതിൻ്റെ ആ സ്മൂത്ത്നെസ് ഉണ്ടാക്കാൻ പറ്റില്ല. ചക്രത്തിലുണ്ടായാൽ തന്നെ അത് മെറ്റൽ, ഇരുമ്പ് പോലുള്ള സാധനങ്ങൾ നന്നായിട്ട് ഉപയോഗിച്ചിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ. അപ്പോൾ പഴക്കം
നോക്കിക്കഴിഞ്ഞാൽ വളരെ പുറകിലോട്ട് പോവുകയും നമ്മളുടെ വ്യവസ്ഥാപിതമായ ചരിത്രബോധത്തെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള പുതിയ കണ്ടെത്തലുകൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മുടെ കേരളത്തിലെ ഈ ലോകശാസ്ത്ര പാരമ്പര്യമായിട്ട് എന്ത് ബന്ധം എന്ന് ചോദിച്ചാൽ അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ മാരിടൈം ട്രേഡൊക്കെ ഇതിന് എങ്ങനെ? അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റുന്നത്, ഈ നമ്മൾ കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് എന്ന ഈ വേർഡ് കൊണ്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ 250 കൊല്ലത്തെ മാത്സ് മാത്രമാണ്. അതിനു മുമ്പും പലതരത്തിലുള്ള സംഭാവനകൾ ഉണ്ടായിട്ടുണ്ടാവാം, അതിനുശേഷവും ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ പൊതുവേ ഇതാണ് ഈ പീരീഡാണ് ഉദ്ദേശിക്കുന്നത്. ഈ പീരീഡാണ് ഏറ്റവും എന്താ പറയുക, ഏറ്റവും ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിൽ ഏറ്റവും ആ സംഭാവനകളുടെ ആ വലിപ്പം നോക്കുകയാണെങ്കിൽ ഏറ്റവും അഭിമാനിക്കാനോ അല്ലെങ്കിൽ ആസ്വദിക്കാനോ എന്ത് വേണമെങ്കിലും പറയാം ഉള്ളത്. അപ്പോൾ ഈ സമയത്തെ മാത്സ് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ച് അഡ്വാൻസ് മാത്തമാറ്റിക്സ് ആണ്. അതായത് നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ പറയാം ഒരു കടയിൽ പോയി കണക്ക് കൂട്ടാൻ അറിയില്ലെങ്കിൽ എങ്ങനെ ഡേ ടു ഡേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം. ആ രീതിയിലല്ല, അതിനേക്കാളൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയ മാത്തമാറ്റിക്സ് ആണ് ഈ 250 കൊല്ലം കൊണ്ട് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ മാത്സ് 2 തരത്തിലെ അഡ്വാൻസ് മാത്സ് ഉണ്ടാവാം. ഒന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കൊണ്ട്, ഇവിടുത്തെ ക്വസ്റ്റ്യൻസൊക്കെ ആസ്ട്രോണമിയിൽ നിന്ന് വരുന്നതാണ്. ആസ്ട്രോണമി അല്ലെങ്കിൽ ആ കാലത്തെ ആസ്ട്രോളജിയും അതിലും ഓട്ടോമാറ്റിക്കായി മാത്സ് വരും. ഈ രണ്ടും കൊണ്ടാണ് മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻസ് അവർക്ക് കിട്ടിയത്. പക്ഷേ മാത്സ് മാത്രമല്ല, സാഹിത്യത്തിൽ എവിടെയായാലും നമുക്ക് ഒരു സ്റ്റെപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ആ സ്റ്റെപ്പ് ചോദിക്കുന്ന വേറെ പല സ്റ്റെപ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മളതൊക്കെ ഓട്ടോമാറ്റിക്കായി നമ്മുടെ ക്യൂരിയോസിറ്റി അല്ലേ, ക്യൂരിയസ് മൈൻഡ്, അപ്പോൾ അങ്ങനെ എടുക്കും. അങ്ങനെ മാത്സ് ഫോർ ഇറ്റ്സ് ഓൺ സേക്ക് ഓൾസോ വന്നിട്ടുണ്ടാവണം. അപ്പോൾ എനിക്കറിയാത്ത കാര്യമാണ്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് അങ്ങനത്തെ ഈ ഡെവലപ്മെൻറ്റ്സ് ഇവിടുന്ന് ബാക്കി സ്ഥലങ്ങളിലേക്ക് പോകാനേ സാധ്യതയുള്ളൂ. കാരണം ഇതിന് മുമ്പ് ഉദാഹരണത്തിന് ഇപ്പോൾ വിക്കിപീഡിയയിൽ പോലും നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ ഗ്രഗറി സീരീസ് മറ്റേ പറഞ്ഞിരുന്ന ഒരു സീരീസിന് ഇപ്പോൾ വിക്കിപീഡിയയിലുള്ള പേര് മാധവ ഗ്രഗറി സീരീസ് എന്നാണ്. അപ്പോൾ മാത്സ് അറിയുന്നവർക്ക് വേണമെങ്കിൽ ഞാൻ പറയാം. ഉദാഹരണത്തിന് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്, ടാൻ ഇൻവേഴ്സ് എക്സ്, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ, ഇത് നമ്മൾ എനിക്ക് തോന്നുന്നു 11 +1 +2 പഠിക്കുന്ന കാര്യങ്ങളാണ്. സീരീസ് എന്തായാലും നമ്മൾ കാൽക്കുലസ് തുടങ്ങുമ്പോൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളുടെ കറക്റ്റ് സീരീസ് എക്സ്പാൻഷൻ, അപ്പോൾ ഇത് ചില സർക്കിളിൻ്റെ പൈ ഇല്ലേ, സർക്കിളിൻ്റെ റേഡിയസുമായൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ഇതിൻ്റെയൊക്കെ കറക്റ്റ് വാല്യൂ എങ്ങനെ എത്ര ഫാസ്റ്റായി കമ്പ്യൂട്ട് ചെയ്യാം, ഇതിനൊക്കെ ഇങ്ങനത്തെ സീരീസ് എക്സ്പാൻഷൻസ് ഒക്കെ വരും. അപ്പോൾ ഈ തരത്തിലുള്ള മാത്തമാറ്റിക്സ് വരുന്ന കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആപ്ലിക്കേഷൻസ് കാരണമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഇത് ന്യൂട്ടന് മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ളതായിട്ട് നമ്മൾ കണ്ടെത്തിയത് കേരള സ്കൂളിൽ മാത്രമാണ്. അതും കണ്ടെത്തിയത് വളരെ റീസെൻ്റ്ലി, 1940 പറഞ്ഞ അത്ര മുമ്പല്ല. അപ്പോൾ അത് ഈ സ്കൂളിന് ഇങ്ങനത്തെ ഇത്ര അഡ്വാൻസ് കാര്യങ്ങളിൽ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ ഒരു ഗസ്സായിട്ട് പറയും. പക്ഷെ എനിക്കറിയാത്ത കാര്യമാണ്. ഇവിടുന്ന് ചോദിച്ചത് ജാതി വ്യവസ്ഥ ഇതൊരു വരേണ്യവർഗത്തിൻ്റെ ഭാഗമായെന്നൊക്കെ നാച്ചുറലി ഇല്ലേ, നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ്. ഒന്ന് നമ്മൾ മൂടി വെക്കുമ്പോൾ അതിന് ആപ്ലിക്കേഷൻസ് കിട്ടാനുള്ള സാധ്യത ഓൾറെഡി കുറവായിരിക്കാം. കാരണം ഒരു കാര്യം അപ്ലൈ ചെയ്യുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. എനിക്ക് തന്നെ ബിടെക് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നതെന്നറിയാം. ക്ലാസ് പോയിട്ട് പ്യുവറസ്റ്റ് ഓഫ് പ്യുവർ മാത്തമാറ്റിക്സ് പഠിപ്പിച്ചു വന്നാൽ എനിക്കും എളുപ്പം, സ്റ്റുഡൻസിനും എളുപ്പം, മാർക്ക് കിട്ടാനും എളുപ്പം. ഞാൻ വിചാരിച്ചു IIT ചേർന്ന ഉടനെ ആദ്യത്തെ സമയത്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ്, എനിക്കറിയാത്ത ചില കാര്യങ്ങളും ഞാൻ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഈ കാൽക്കുലസിൽ പഠിപ്പിക്കുന്ന പല കാര്യങ്ങൾക്കും ശരിക്കും പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് വളരെ ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് ഇയർ കാൽക്കുലസിലുള്ള കാര്യത്തിൻ്റെ ഒരു ഉദാഹരണമാണ് പണ്ടൊക്കെ, ഇന്ന് അതിനെക്കാളും നല്ല ടെക്നിക്കൽ സിവിൽ എഞ്ചിനീയേഴ്സ് യൂസ് ചെയ്തിരുന്നു. ഒരു തടാകമൊക്കെ ഉണ്ട്. അപ്പോൾ തടാകത്തിൻ്റെ നീളമാണ് നമുക്ക് അളക്കാൻ പറ്റുക. അത് വെച്ച് അതിൻ്റെ ഏരിയ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം. ഇതിനൊക്കെയുള്ള ആക്ച്വലി മീറ്റർ, പ്ലാനോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ അതുകൊണ്ട് അതിൻ്റെ മാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പലതരം ഇതായിരിക്കില്ലേ, അങ്ങനെ സ്ക്വയറോ ഇതൊന്നും അല്ലല്ലോ, സർക്കിളൊന്നും അല്ല നമുക്ക് ഫോർമുല ഉപയോഗിക്കാൻ. അതിൻ്റെ അറ്റത്ത് കൂടെ ഈ വീലിങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അവസാനം ഏരിയ ഡിസ്പ്ലേ ആയി വരും. ഇതൊക്കെ ബേസിക് കാൽക്കുലസ് വെച്ചുള്ള ഉപകരണങ്ങളാണ്. അപ്പോൾ ഞാൻ അത് ഒരു ദിവസം ക്ലാസ്സിൽ പോയി പറയാൻ നോക്കി. അത് എനിക്ക് തന്നെ മുഴുവനായി ബോധ്യമായിട്ടില്ല ഫുൾ എങ്ങനെയാണെന്ന്. അത് കഴിഞ്ഞ് പറഞ്ഞു നോക്കുമ്പോൾ ആർക്കും അത് ഞാൻ പറയാൻ വിചാരിച്ച കാര്യം, ആപ്ലിക്കേഷൻസ് എളുപ്പമല്ല. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ടാവാം. പക്ഷെ നാച്ചുറലി നമ്മുടെ ഇപ്പോഴത്തെ കോമൺ സെൻസ് വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം അപ്ലൈ ചെയ്യാൻ എന്തായാലും ബുദ്ധിമുട്ടാണെങ്കിൽ അത് നമ്മൾ മൂടി വെക്കുകയാണെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടാണല്ലോ. അതെന്തായാലും ഉണ്ടാവാം, അതും കൂടെ സ്വാധീനിച്ചിട്ടുണ്ടാവാം.
പക്ഷെ നമ്മൾ മറ്റേ ചോദ്യം കൂടെ ചോദിക്കാം. സപ്പോസ് നമ്മുടെ വളരെ ഒരു എന്താ പറയുക ഇഗാലിറ്റേറിയൻ സൊസൈറ്റി ആയിരുന്നു എന്ന് വിചാരിക്കുക. സപ്പോസ് അങ്ങനെ ആയിരുന്നു എന്ന് വിചാരിക്കുക. അതുകൊണ്ട് ആപ്ലിക്കേഷൻസ് ഉണ്ടാവും എന്നും പറയാൻ പറ്റില്ല. അതിന് പല കാരണങ്ങളും യോജിച്ച് വരണം. പക്ഷെ ഇതെന്തായാലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവണം. സർ നമസ്കാരം സർ. ഒരു മിനിറ്റ്, ഇതിൽ ഗണേശൻ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ടോ? നമസ്കാരം സർ. ഞാനൊരു കരുവാരകുണ്ടുകാരനാണ്. സാറിനോട് സന്തോഷം അറിയിക്കുന്നു. തരിശ് പോസ്റ്റ് ഓഫീസാണ്, ഇരുളുംകുന്നാണ് ലോക്കൽ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ സാറ് പറഞ്ഞ ടെർമിനോളജിയായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് സന്തോഷം തോന്നി. എൻ്റെ ഒരു ചോദ്യം ഇതാണ്. സാറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ ഉണ്ടായിരുന്നു, ഫാക്റ്റിന് മുകളിൽ ഫാൻറ്റസി വന്നു എന്ന് പറഞ്ഞു. അതിനെന്തെങ്കിലും കാരണം കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉദാഹരണത്തിന് ഇത്തരം അറിവുകൾ, പ്രത്യേകിച്ച് ടെക്നോളജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അറിവുകൾ ഒരു സാമൂഹ്യ പ്രക്രിയയുടെ ഭാഗമായിട്ട് അങ്ങോട്ട് തുടരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ടെക്നോളജി കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ട്, അത് എൻ്റെ ഉൽപ്പന്നങ്ങളുണ്ട്, അതിൻ്റെ വിനിമയങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞ് അതിങ്ങനെ ലോപിച്ച് വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ടിപ്പോൾ ചിലയിടത്ത് ചെന്നപ്പോൾ 1921 മാപ്പിളരുടെ കാലം ഈ കരുവാരക്കുണ്ടിലെ തന്നെ ചില സ്ഥലങ്ങളിൽ ഒളിവിലിരുന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്ന കഥ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇവിടെ ഇത് നരിമടയിലുള്ള അവരുടെ കഥ മുഴുവൻ അവിടെ ഒളിവിലിരുന്ന ആളുകളെ കുറിച്ചുള്ളതാണ്. പിന്നെ അതുപോലെ പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ അത് വേട്ടക്കാരുടെ വാറ്റുകാരുടെ കേന്ദ്രങ്ങളാണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കഥകളാണ് പറയുന്നത്. വാറ്റുകാരനായിട്ടുള്ള ആളുണ്ടായി മുള്ളംപന്നിയെ പിടിച്ച കഥയും. അപ്പം അങ്ങനെ ഈ കഥ അതിന് ശേഷമുണ്ടായത്, ഏറ്റവും അവസാനമായി ഉണ്ടായി വരുന്നത് കൂടുതൽ പ്രബലമായിട്ട് നിലനിൽക്കുകയും ആദ്യം ഉണ്ടായത് മാഞ്ഞു പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇതെങ്ങനെയാണ് സംസ്കാരത്തിൽ ഇത് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ എന്നെക്കാൾ നന്നായിട്ട് ഗണേഷ് സാറിനൊക്കെ പറയാൻ പറ്റുമായിരിക്കും. ആയുർവേദം, അതേപോലെ ആരോഗ്യ ജീവശാസ്ത്രപരമായുള്ള അത്തരം പുരോഗതികൾ, അതേപോലെ വാസ്തുവിദ്യകൾ, പഴയ ആൾക്കാർ ഇപ്പോൾ ഈ സൈൻ തീറ്റയും കോസ് തീറ്റയും പഠിച്ചിട്ടല്ലല്ലോ ഇപ്പോൾ അത് ചെയ്തിട്ടുള്ളത്. അവരുടെ വാസ്തുവിദ്യകൾ മുഴുവൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ അതെങ്ങനെയാണ് അവരുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ. അതേമാതിരി കൃഷിയിലുള്ള സയൻസിൻ്റെ ഡെവലപ്മെൻറ്റ് ആദ്യകാലം മുതൽ, അതേപോലെ ഈ സമുദ്ര യാത്രകളും, ഈ സമുദ്രമാണല്ലോ പണ്ട് ഈ കരകളെയൊക്കെ കീഴടക്കിയിരുന്നത്, പ്രധാനമായിട്ടും സമുദ്രത്തിലൂടെയുള്ള യാത്രകളും. അപ്പോൾ അത്തരം കാര്യങ്ങളാണല്ലോ ഈ കരയെ തന്നെ കീഴടക്കാൻ പ്രധാന കാരണം. ഇത്തരം കേരളത്തിൻ്റെ ശാസ്ത്രീയമായ ഒരു ഡെവലപ്മെൻറ്റ് ഒന്ന് സാറ് ചരിത്രപരമായ രീതിയിൽ വ്യാഖ്യാനിച്ചാൽ നന്നായിരിക്കും. ചോദ്യം എന്നോടാണ്. ഞാൻ ഒന്ന് രണ്ട് മറുപടികൾ പറയാൻ ശ്രമിക്കാം. അതിലൊരു വിവരമാണ് ഒന്ന്. ഇവിടെ ഈ ഇരുമ്പിൻ്റെ കാര്യം ചോദിക്കേണ്ടായി. മിക്കവാറും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും, നമ്മൾ മഹാശിലാ സ്മാരകങ്ങൾ കിട്ടുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം അയൺ സ്ലാഗ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ അയൺ സ്ലാഗ്സ് ഒരു പുതിയ കാര്യമല്ല. മിക്കവാറും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് അയൺ സ്ലാഗ്സ് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അത് ഏറ്റവും അവസാനം വന്ന 2 എക്സ്കവേഷൻസ് നടന്ന സ്ഥലങ്ങളിൽ നിന്ന് അയൺ സ്ലാഗ്സ് കിട്ടി. അപ്പോൾ അയൺ സ്ലാഗ്സ് ഒരു പുതിയ കാര്യമല്ല. അത് കേരളത്തിലെ ഏതാണ്ട് അങ്ങോളം ഇങ്ങോളം മിക്കവാറും സ്ഥലങ്ങളിൽ ഇരുമ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഇരുമ്പിൻ്റെ സ്ലാഗാണ്, ഇരുമ്പിൻ്റെ ഇതാണ് അവിടെ കിടക്കുന്നത്, അത് കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം വന്നിട്ടുള്ളത്, ഇപ്പോൾ ഈ പട്ടണം എന്ന് കേട്ട് കാണും. ഞാനിപ്പോൾ ഒരു പണി ചെറുതായിട്ട് ചെയ്യുന്നു. പട്ടണത്തിലെ എക്സ്കവേഷനിൽ നിന്ന് അവിടെ കിട്ടിയുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് സംഗതി എന്ന് പറയുന്നത് ഇരുമ്പ് കൊണ്ടുള്ള ആണിയാണ്. ഒരു 1800 ആണി കിട്ടിയിട്ടുണ്ട്. ഈ 1800 ആണി എങ്ങനെയാണ്, അത് ഒരൊറ്റ പോയിന്റിൽ നിന്നാണ് 800ഓളം ആണികൾ വന്നത്. അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് ആണി ഉപയോഗിച്ചിരുന്നത്, എങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് നോക്കിയ സമയത്ത് അവിടെയുള്ള ഒരു
ഒരു മറ്റേ എന്താ പറയുക, ഒരു തോണിയുടെ അവശിഷ്ടം കിട്ടിയിട്ടുണ്ട്. ആ തോണിയുടെ അവശിഷ്ടങ്ങളിലേക്ക് ആണി അടിച്ച് കയറ്റിയതുപോലെയുള്ള ഹോൾസ് ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആണി ഇത്രയധികം കിട്ടുന്ന മുഴുവനും ഈ തോണികൾ ഉണ്ടാക്കുന്നതിന് അതിനുവേണ്ടി മുമ്പ് മരം കൊണ്ടായിരുന്നു ഇത് ഫിറ്റ് ചെയ്തിരുന്നത്, അതിന് പറ്റി ഇരുമ്പിൻ്റെ ആണി അടിച്ച് കയറ്റുമായിരുന്നു എന്നുള്ളതാണ് ഇന്ന് കാണുന്നത്. ഇത് ഏതാണ്ടൊരു 2000 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഈ ആണി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. കാരണം ആണി ഉണ്ടാക്കുന്നത് എവിടെ നിന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം അവിടെ നിന്ന് ഇരുമ്പിൻ്റെ ഒരു ഫർണസും അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. ഇരുമ്പിൻ്റെ ഒരു ഫർണസും അവിടെ നിന്ന് വന്നിട്ടില്ല. പക്ഷെ ആണി വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ആണി വേറെ എവിടെ നിന്നോ വന്നു എന്ന് വേണം കരുതാനായിട്ട്. അപ്പോൾ ഇത് കൂടുതൽ അന്വേഷണം അർഹിക്കുന്നൊരു സംഗതിയാണ് എന്ന് മാത്രമാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അന്വേഷിക്കേണ്ട കാര്യമുണ്ട്. പിന്നെ മറ്റൊരു പൊതു ചോദ്യത്തിന് കൂടി, അതെനിക്ക് ഒന്ന് ആനന്ദ് ഇവിടെ പറഞ്ഞ കാര്യമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് മറ്റൊന്ന് വന്നത്. ഇവിടുത്തെ ഒരു ഏതൊരു സ്ഥലത്തെയും നമ്മൾ സയൻസ് പാരമ്പര്യം എന്നാണോ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതൊരു നോളജ് ട്രഡീഷൻ എന്ന്, വൈജ്ഞാനിക പാരമ്പര്യം എന്ന് കണക്കാക്കുന്നതാണ് ശരി എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു സയൻസിനെ അന്വേഷിച്ച് നടക്കുകയാണെങ്കിലാണ് നമ്മളിത് മറ്റേ ന്യൂട്ടനുമായിട്ട് താരതമ്യമുണ്ടോ, മറ്റുള്ളവരോട് താരതമ്യമുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചാൽ ഈ താരതമ്യ പഠനത്തിലേക്ക് നീങ്ങുക. അതിൻ്റെ ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. നമ്മളുടെ ഇവിടുത്തെ നോളജ് പാരമ്പര്യം എന്ന് പറയുന്നതിന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ സൂചിപ്പിച്ച പലതും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കേരളത്തിൻ്റെ ഞാൻ കേരളത്തിൻ്റെ ചരിത്രത്തിലേക്കും മറ്റും കിടക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതിയുടെയും ഇവിടുത്തെ ഒരു കാലാവസ്ഥയുടെയും സവിശേഷതകൾ നമ്മൾ കണക്കിലെടുക്കേണ്ട. വേറെ സ്ഥലത്ത് ഇപ്പോൾ ക്ലൈമാറ്റിക് ഇതിനെക്കുറിച്ചുള്ള ഇതുകൂടി വരുന്നുണ്ട്. ആ സാഹചര്യത്തിൽ അത് പരിശോധിക്കേണ്ടതുണ്ടെന്നുള്ളതാണ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. 2-3 കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുക. ഒന്ന്, ഈ ആയുർവേദത്തിൻ്റെ വളർച്ചയായിട്ട് ബന്ധപ്പെട്ട് കേരള ഈസ് എ വെരി റിച്ച് ബയോഡൈവേഴ്സിറ്റി റീജിയൻ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജൈവവൈവിധ്യ മേഖലകളിലൊന്നാണ് പശ്ചിമഘട്ടങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇത്രയധികം ജൈവവൈവിധ്യം നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് അവിടെ ഉണ്ടാകുന്ന സസ്യങ്ങളിലെ ഔഷധ ഗുണം എന്ന് പറഞ്ഞാൽ, ഔഷധ ഗുണത്തിൻ്റെ അന്വേഷണം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പ്രാചീന കാലം തൊട്ട് തന്നെ തുടങ്ങിയൊരു സംഗതിയാണ്. മറ്റൊന്നും കൊണ്ടല്ല, ഔഷധങ്ങൾ എന്ന് വിളിക്കുന്നത് പ്രധാനമായിട്ടും ഒരു മനുഷ്യ ശരീരത്തിന് ബാധിക്കുന്ന അസുഖങ്ങളെ നമ്മളിപ്പോഴും രോഗമെന്നല്ല, ഡിസീസ് എന്നല്ല പറയുന്നത്, അസുഖമായിട്ടാണ്. അതായത് ശരീരസുഖത്തിന് ഹാനി വരുത്തുന്ന എന്തോ അതാണ് അസുഖം. അപ്പോൾ അസുഖത്തിന് റെസ്റ്റോർ ചെയ്യുന്ന ഒരു ബയോകെമിക്കൽ പ്രോസസ്സിനെയാണ് നമ്മളിവിടെ ഔഷധം എന്ന് വിളിച്ചിരുന്നത്. ഞാൻ ഇപ്പോഴത്തെ മെഡിസിൻ്റെ കാര്യമല്ലേ പറയുന്നത്. അപ്പോൾ ഇതിനെ റീസ്റ്റോർ ചെയ്യുന്നൊരു ബയോകെമിക്കൽ പ്രോസസ്സ് എങ്ങനെ നടക്കും എന്നുള്ളതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ ധാരാളമായിട്ട് അക്കാലത്തെ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തിയിരുന്നു. കാരണം സസ്യങ്ങൾ ജീവജാലങ്ങളാണെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആ സസ്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരന്വേഷണം അവർ നടത്തിയിരുന്നു. ആ അന്വേഷണമാണ് നമ്മളുടെ ഇവിടുത്തെ ഹെർബൽ മെഡിസിൻ്റെ, ഇപ്പോൾ നമ്മൾ ഈ ഹോർത്തൂസ് മലബാറിക്കസിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഹെർബൽ മെഡിസിൻ്റെ വലിയൊരു സാധ്യത എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ഉണ്ടായി വന്നത്. കേരളത്തിലെ ആയുർവേദം എന്ന് പറയുന്നത് ഈ ഹെർബൽ മെഡിസിൻ്റെ കണ്ടിന്യൂവേഷനാണ്. അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ ആയുർവേദത്തിന് മറ്റേ ഈ വടക്കേ ഇന്ത്യയിലുള്ള ആര്യവൈദ്യവുമായിട്ട്, ദൗർഭാഗ്യവശാൽ നമുക്ക് ഇവിടെ ഒരു ആര്യവൈദ്യശാല ഉണ്ടായെന്നുള്ളത് ഒഴിച്ചാൽ അത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. മലപ്പുറത്തൊരു ആര്യവൈദ്യശാല ഉണ്ടായി വന്നത്, അത് ആയുർവേദശാല ആവേണ്ടിയിരുന്നു. എന്തിനാണ് ആര്യവൈദ്യം എന്ന് പേരിട്ട് കൊടുത്തതെന്നുള്ള അന്വേഷിക്കണം. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മൾ ഇവിടുത്തെ ഹെർബൽ ലോറും ബയോഡൈവേഴ്സിറ്റിയുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള കാര്യം മാത്രമാണ് ഒന്ന് സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഗണിതത്തിൻ്റെ വളർച്ച അത് അസ്ട്രോണമിയായിട്ട് ബന്ധപ്പെട്ടതാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഞാനിവിടെ 2 കാര്യങ്ങൾ മാത്രമേ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ. ഒന്ന്, കേരളത്തിൻ്റെ ഒരു ട്രോപ്പിക്കൽ ക്ലൈമാറ്റിക് റീജിയനാണ്. വടക്കേ ഇന്ത്യയിലുള്ള
വളർന്നു വന്നിട്ടുള്ള അവിടുത്തെ ഒരു തരത്തിലുള്ള എന്താ പറയണ്ടത് ഈ അസ്ട്രോണമിക്കൽ കൊറിലേഷൻസ് പലതും ഇവിടെ ബാധകമല്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, ബാധകമല്ലാതെ പറയാനുള്ള കാരണം മൈക്രോ ലെവലിലാണ് ബാധകമല്ലാത്തത്. ബ്രോഡർ ലെവലിൽ തീർച്ചയായിട്ടും ബാധകമാണ്, അതിനെപ്പറ്റി സംശയമൊന്നുമില്ല. പക്ഷേ മൈക്രോ ലെവലിൽ വരുമ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെ മഴക്കാലം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ മഴക്കാലത്തിന് ഇന്ത്യയിലുള്ള മറ്റ് ഭാഗങ്ങളിലെ മഴക്കാലമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. ഇവിടുത്തെ മഴക്കാലം ഇവിടുത്തെ മഴക്കാലമാണ്. അങ്ങനെ വരുമ്പോൾ ഈ മഴയുടെ എബ്ബും ഫ്ലോയും ഒക്കെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ടൊരു പ്രശ്നമാണ്. കോസ്റ്റൽ ഏരിയയിലെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ടൈഡൽ വേവ്സിൻ്റെ ഇത് കാൽക്കുലേറ്റ് ചെയ്യുക മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കാരണം ടൈഡ്സിൻ്റെ പ്രാധാന്യം വരുന്ന മഴക്കാലത്ത് ഇവിടെ ഒരു തരത്തിലുള്ള കപ്പലുകളും അടക്കില്ല. ഒരു തരത്തിലുള്ള കപ്പലും നിങ്ങൾക്ക് അടുപ്പിക്കാനായിട്ട് കഴിയില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ പോലും യഥാർത്ഥത്തിൽ ഇടവം മുതൽ മറ്റേ ധനു വരെയുള്ള കാലഘട്ടത്തിൽ കപ്പലുകൾ പൊതുവേ കുറവാണ്. ഇവിടെ വരുന്ന കപ്പലുകളുടെ എണ്ണം കുറവായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന അറബിക്കടലിലെ കാറ്റും കോളും പലതിനും പ്രത്യേകിച്ച് പഴയ കപ്പലുകൾക്കത് ഫേസ് ചെയ്യാനുള്ള കഴിവില്ല. അതുകൊണ്ട് തന്നെ കപ്പലുകൾ അടുക്കുന്നില്ല. മിക്കവാറും നങ്കൂര് വിടുന്നത് പുറത്തായിരിക്കും. അപ്പോൾ കപ്പലുകൾ അടുക്കണമെന്നുണ്ടെങ്കിൽ എപ്പോൾ അടുക്കണ്ട എന്നുള്ളത് വളരെ വളരെ ക്ലോസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ട സംഗതിയാണ്. അത് നിങ്ങൾക്ക് ഈ പറയുന്ന ടൈഡൽ വേവ്സിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത് കണക്കൂട്ടിയെടുക്കേണ്ട കാര്യങ്ങളൊന്നാണ്. ഇതുപോലെ തന്നെയാണ് ഫ്ലഡ്സിൻ്റെ പ്രശ്നം. ഫ്ലഡ്സ് നമ്മൾ വെറുതെ ഒരു 2 ഫ്ലഡ് വന്നപ്പോൾ എത്രമാത്രം കുഴപ്പമുണ്ടായെന്ന് നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺട്രോളുമില്ലാതെ ഫ്ലഡ്സ് വരുന്ന സമയത്ത് ഈ ഫ്ലഡ്സ് എന്ന് പറയുന്നത് എപ്പോൾ വരുന്നു, എപ്പോഴാണ് ഒരു ഫ്ലഡ് ഇപ്പോൾ ക്ലൗഡ് ബേഴ്സ്റ്റ് എന്ന് പറയുന്നത് എത്രമാത്രം പ്രശ്നം ഉണ്ടാക്കി നമ്മൾ കണ്ടതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് നമ്മളുടെ ആധുനിക ശാസ്ത്രലോകത്ത് ക്ലൗഡ് ബേഴ്സ്റ്റിന് പ്രശ്നം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഒരു 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് യഥാർത്ഥ ഫ്ലഡ് എപ്പോൾ വരുന്നു, ഏത് സമയത്ത് വരുന്നു, ഏത് സമയത്ത് ആളുകളെ മാറ്റണ്ട, എപ്പോൾ കൃഷി ചെയ്ത് തുടങ്ങണ്ട എന്നുള്ളത് വളരെ ക്ലോസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നമുക്ക് കൺവെൻഷനലായിട്ടുള്ള ആസ്ട്രോണമിക്കൽ ഫിഗേഴ്സ് കൊണ്ട് സാധ്യമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫ്ലഡ്സിന് അത്തരത്തിലുള്ള ഒരു എന്താ പറയണ്ടേ ഒരു കൃത്യമായിട്ടുള്ള ഒരു നിയന്ത്രണമോ ഇന്ന സമയത്ത് അങ്ങനെയൊന്നുമില്ല. അത് എപ്പോൾ വേണമെങ്കിലും വരാം, എപ്പോൾ വേണമെങ്കിലും ഇത് ചെയ്യാം. അത് നമ്മൾ ഈ പറയുന്ന മഴയുടെ ബിഹേവിയർ അനുസരിച്ച് നമ്മൾ സൂക്ഷ്മതലത്തിൽ മൈക്രോ ലെവലിൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ട കാര്യമായിട്ടത് മാറുന്നു. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇത് മൈക്രോ ലെവൽ കാൽക്കുലേഷൻസ് ആവശ്യമാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞ ഒരു പഞ്ചാംഗ ഗണന, ഞാനത് ആ ഭാഷയാണ് ഉപയോഗിക്കുന്നത്. പഞ്ചാംഗങ്ങളുടെ ഇവിടെ അൽമനാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. 18-ാം നൂറ്റാണ്ട് തന്നെ നമുക്ക് അൽമനാക്കുകളുണ്ട്. അൽമനാക്കുകൾ എല്ലാ പഞ്ചാംഗങ്ങൾ സൃഷ്ടിച്ചിരുന്നു. പ്രാദേശിക തലത്തിൽ പഞ്ചാംഗങ്ങളുണ്ട്. അങ്ങനെ ഒരു പഞ്ചാംഗ ഗണനയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ടായിരുന്നു. കാരണം അങ്ങനെ അതും റഫാണ്, യു കനോട്ട് പ്രെഡിക്റ്റ് എവരിത്തിങ്, അതിനൊന്നും കണക്കൂട്ടിയെടുക്കാനും കഴിയില്ല. പക്ഷേ എങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു മൈക്രോ ലെവൽ സിസ്റ്റത്തിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്നതായിട്ടാണ് കണക്കാക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇത്തരത്തിലുള്ള വളരെ ക്ലോസർ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് വേണ്ടി വന്നത്. അത് 13-ാം നൂറ്റാണ്ട് 16-ാം നൂറ്റാണ്ട് വരെ എന്തുകൊണ്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പീരീഡിലാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ അഗ്രികൾച്ചർ എക്സ്പാൻഡ് ചെയ്യുന്നത്, അഗ്രികൾച്ചറും ട്രേഡും തമ്മിൽ ബന്ധപ്പെടുന്നത്. അഗ്രികൾച്ചർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പാലിയോ ചാനൽസ് പറഞ്ഞ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ പോയി കൃഷി ആരംഭിക്കുന്നുണ്ട്. കൃഷി വെള്ളത്തിൽ പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ ഇടവപ്പാതി എന്ന് പറയുന്ന മഴ അത് സൃഷ്ടിക്കുന്നത് വിരുപ്പ് കൃഷി എന്ന് വിളിക്കുന്ന കൃഷി യഥാർത്ഥത്തിൽ പലപ്പോഴും വെള്ളത്തിൽ മുങ്ങിപ്പോകാൻ സാധ്യതയുള്ള കൃഷിയാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് കണക്കൂട്ടിയെടുക്കേണ്ടത് കൃഷിക്കാരൻ്റെ ഒരു ആവശ്യമാണ്. അതിനോടൊപ്പം കണക്കൂട്ടി എടുക്കേണ്ടുന്ന ഒരു സംഘം ആളുകൾ അവിടെ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് തോന്നുന്ന പ്രധാനപ്പെട്ട കാര്യം. സോ ദർ ഇസ് എ ബേസിസ് ഫോർ ഇത്തരത്തിലുള്ള മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിന് ട്രേഡിൻ്റെയും കച്ചവടം മറ്റതുപോലെയല്ല, പക്ഷേ ലോക്കൽ ലെവലിലുള്ള മൈക്രോ ലെവൽ ട്രേഡിൻ്റെയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അടിത്തറയുണ്ട് എന്നാണ് തോന്നുന്നത്. അത് പരിശോധിക്കേണ്ട മറ്റൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംഗതി. മൂന്നാമത്തത് എനിക്ക് തോന്നുന്നൊരു കാര്യമാണ്, ഞാനിവിടെ അത് കുറച്ചുകൂടി സെറ്റിലായിട്ടുള്ള പ്രശ്നമാണ്. ഞാൻ ഒരു നിർദ്ദേശമായിട്ട് മാത്രം അവതരിപ്പിക്കുന്നതാണ്. എനിക്കും പ്രത്യേകിച്ച് കൃത്യമായിട്ടുള്ള ഒരു
ഒരു എന്താ പറയണ്ടേ, ഒരു വാദഗതിയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒരു നിർദ്ദേശം മാത്രമായിട്ട് അവതരിപ്പിക്കുന്നൊരു കാര്യമാണ്. കാരണം ഇവിടുത്തെ ഞാൻ കണ്ടെടുത്തുള്ള അതിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. സംസ്കൃതത്തിൽ മാത്രമല്ല ഗ്രന്ഥങ്ങളുള്ളത്, മലയാളത്തിലെ കണക്കിൽ അതുകൂടി പറയുകയാണ്. കണക്കധികാരം എന്ന് പറഞ്ഞുകൊണ്ട് മലയാളത്തിൽ ഒരു പുസ്തകം എഴുതപ്പെട്ടിട്ടുണ്ട്. മലയാളത്തിൽ അത് സർക്കുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു കോപ്പി ഇവിടുത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തുഞ്ചൻ ഗ്രന്ഥശാലയിൽ അവൈലബിളാണ്. ആർക്ക് വേണമെങ്കിലും പോയി നോക്കാം. അവിടെ ഒരു കണക്കധികാരത്തിൻ്റെ കോപ്പി അവിടെ കിടപ്പുണ്ട്. കണക്ക് നൂൽ എന്ന് പറഞ്ഞുകൊണ്ട് തമിഴിലും ഒരു പുസ്തകമുണ്ട്. അപ്പം കണക്ക് എന്ന് പറയുന്നത് എല്ലാ പ്രാദേശിക ഭാഷകളിലും എഴുതപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ്. അതിന് സംസ്കൃതത്തിൽ മാത്രമല്ല പുസ്തകങ്ങളുള്ളത്. അതുകൊണ്ട് ദയവേത് ഇത് എല്ലാം എന്താ പറയണ്ടേ, ബ്രാഹ്മണിക്കൽ പാരമ്പര്യം അനുസരിച്ചുകൊണ്ടെന്ന് മാത്രം പറയരുത്. കാരണം ഈ കണക്കധികാരം പുസ്തകം ബ്രാഹ്മണിക്കലല്ലാത്ത ശുദ്ധ മലയാളത്തിൽ എഴുതിയിട്ടുള്ള പുസ്തകമാണ്. അപ്പോൾ അതുകൊണ്ടെന്ന് അത് പറയണമെന്നും അത് ദയവേത് വായിക്കാം. പക്ഷേ ആ കണക്കധികാരത്തിനൊരു പ്രത്യേകത, അതിൽ നിന്നാണ് ഞാൻ ഈ പറയുന്ന ചിലപ്പോൾ ഒരു പക്ഷേ ഒരു മറുപടി എന്ന് തോന്നാവുന്നൊരു കാര്യത്തിലേക്ക് കിടക്കുന്നത്. ഈ കണക്കധികാരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു പ്രത്യേക പ്രിൻസിപ്പിൾ പറയാനായിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഈ പ്രത്യേക പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതാണ്. ഒന്ന്, ഒരു ഇൻഡിജറിന് ഒന്ന് എന്ന് പറയുകയാണെങ്കിൽ ഒന്ന് എന്ന് പറയുന്നതിൻ്റെ അഡിറ്റീവ് ഒന്നും കൂടിയുണ്ട് എന്ന് പറയുന്ന വാദമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞ ഒന്ന് എന്ന് പറയുമ്പോൾ ഒന്ന് പ്ലസ് ഒന്നുണ്ട്, പ്ലസ് പ്ലസ് അങ്ങനെ പോകും. അപ്പോൾ ഒന്ന് മൈനസ് എന്ന് പറഞ്ഞാൽ ഒന്നിനിങ്ങനെ പ്ലസും മൈനസും ആയിട്ട് അതിനെ വേരി ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നെന്ന് പറയുന്നത് കേവലമായിട്ടൊരു ക്വാണ്ടിറ്റി ഇൻറ്റിജർ മാത്രമല്ല, അത് വേരി ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വാദം അതിൻ്റെ അകത്തുണ്ട്. അത് അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറയുന്നൊരു സംഗതിയാണ്. അങ്ങനെ വരുമ്പോൾ ഒരേ സ്റ്റേറ്റസിന് തന്നെ നമുക്കൊരു ഒന്നുണ്ട്, ഒന്നിൻ്റെ പ്ലസ് ഉണ്ട്, ഒന്നിൻ്റെ മൈനസും ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 3 ഘടകങ്ങൾ ഒന്നിൽ തന്നെയുണ്ട് പിന്നെ ഒന്ന് മൈനസ് 1 എന്ന് പറയുമ്പോൾ 0 മാറും. അതും അതിൻ്റെ അകത്ത് തന്നെ എന്ന് പറയുന്ന ഒരു വാദം ഈ പറയുന്ന പുസ്തകങ്ങളിൽ ഇത് കാണാൻ പറ്റും. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കണക്കുകൂട്ടൽ നടന്നു വന്നിരുന്നത് കേവലമായിട്ടുള്ളൊരു ക്വാണ്ടിറ്റി എന്നുള്ള നിലയിൽ മാത്രമല്ല, അതൊരു വേരിയബിൾ ക്വാണ്ടിറ്റി എന്നുള്ള നിലയിലാണ് കണക്കുകൂട്ടലുകൾ നിലവിൽ വന്നിരുന്നത് എന്നാണ് തോന്നുന്നത്. എന്ന് പറഞ്ഞ് ദാറ്റ് ഇസ് വൺ ഓഫ് ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് കാൽക്കുലസ്. അങ്ങനെയാണെങ്കിൽ, ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ, അത് വൺ ഓഫ് ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് കാൽക്കുലസ് ആണത്. ഇത് കണക്കധികാരം പുസ്തകത്തിൽ കാണാം. ഇത് നേരത്തെ തന്നെയുള്ള ഇത് നേരത്തെ തന്നെ കാണുന്ന ഒന്നാണ്. ഏർലിയർ പീരീഡ്, ബ്രഹ്മഗുപ്തൻ തൊട്ടുള്ള പീരീഡ് തന്നെ കാണുന്ന ഒന്നാണ്. ഇങ്ങനെ ഒരു വേരിയബിലിറ്റി ഉണ്ട്. ഈ വേരിയബിലിറ്റി ഇറ്റ് ഇസ് കോൾഡ് പ്രത്യയം എന്നാണ് അതിന് പേര് വിളിക്കുന്നത്. പ്രത്യയം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിന് 2 സ്റ്റേറ്റ് ഉണ്ട് എന്ന് പറയുന്നതിന് തുല്യമാണ്. ഒന്നിലധികം സ്റ്റേറ്റ് ഒരേ ക്വാണ്ടിറ്റിക്ക് ഉണ്ട് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് സീംസ് ടു ബി വെരി ഇമ്പോർട്ടൻറ്റ് ടു മീ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേഷൻ, എന്തുകൊണ്ടത് ഇത് പ്രായോഗിക തലത്തിലുള്ള പ്രശ്നമാണ്. കാരണം നിങ്ങൾക്ക് സണ്ണിൻ്റെ മൂവ്മെൻറ്റ് കാണുന്ന സമയത്ത് സൺ എക്സിസ്റ്റ് ഇൻ എ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ക്യാൻ എക്സിസ്റ്റ് സംവെയർ ഡിഫറെൻ്റ്ലി ആൻഡ് ഇറ്റ് നീഡ് നോട്ട് എക്സിസ്റ്റ്. ഇത് രണ്ടും ഒരേ സമയത്ത് തന്നെ നിങ്ങൾ അതേ സമയത്ത് തന്നെ അത് വിഷ്വലൈസ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ യു ക്യാൻ ആക്ച്വലി പ്രെഡിക്റ്റ് ദാറ്റ് ഈ സൺ അവിടെ നിന്ന് മാറുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം മാറ്റം ഈസ് ഇൻഗ്രെയിൻഡ്. ഇത്തരത്തിലുള്ള ചേഞ്ചസ് ഇൻഗ്രെയിൻഡ് ഇൻ ദ കാൽക്കുലേഷൻസ്. ഇതിപ്പോൾ അന്വേഷിക്കേണ്ട കാര്യം എനിക്ക് നിങ്ങളാണ് അന്വേഷിക്കേണ്ടത്. എനിക്ക് പറയാനുള്ള ശേഷി ഇത്രയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളാണ് അന്വേഷിക്കേണ്ടത്. മാറ്റം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഇൻഗ്രെയിൻഡാണ്. ഇത് പ്രത്യയം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ നേരത്തെ തന്നെ ഫിലോസഫിക്കലായിട്ടും വരുന്നൊരു സംഗതിയാണ്. ഇത്തരത്തിൽ മാറ്റം ഇൻഗ്രീൻഡ് ആണെന്ന് പറയുന്ന വാദം, അത് യഥാർത്ഥ ബുദ്ധിസമൊക്കെ പറയുന്ന ക്ഷണികവാദത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ഈ ക്ഷണികവാദം പറയുന്നത് എനിത്തിങ് ക്യാൻ ബി ക്രിയേറ്റഡ് ആൻഡ് ഡിസ്ട്രോയിഡ് എന്ന് പറയുന്ന വാദമാണ്. എ തിങ് ദാറ്റ് എക്സിസ്റ്റ്, ഇഫ് ഇറ്റ് എക്സിസ്റ്റ് ഇറ്റ് ക്യാൻ ബി ക്രിയേറ്റഡ്, ഇറ്റ് ക്യാൻ ബി ഡിസ്ട്രോയിഡ്. അപ്പോൾ 3 ക്രിയേഷൻ, ഡിസ്ട്രക്ഷൻ, എക്സിസ്റ്റൻസ്. അത് ആണ് നമ്മൾ വേറൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മൾ 3 ദേവന്മാരുടെ തലക്കിട്ട് കൊടുത്തത്.
സൃഷ്ടി സ്ഥിതി സംഹാരം ഒരു മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിളാണ്. എനിവേ അങ്ങനെ വരും. എനിവേ അത് ഞാൻ മറ്റത് ബ്രഹ്മാവിഷ്ണു മഹേശ്വരനെ സീരിയസ് ആയിട്ട് എടുക്കണ്ട. ഏതായാലും ഞാൻ പറഞ്ഞത് മാത്രമേ. അപ്പോൾ ദാറ്റ് ഷുഡ് ബി, അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അത് അന്വേഷിക്കേണ്ട കാര്യമാണ്. നമ്മളുടെ മാത്തമാറ്റിക്സിൽ വരുന്ന, പ്രത്യേകിച്ച് ശ്രമണിക് ടെക്സ്റ്റിൽ, ഞാൻ ബുദ്ധിസ്റ്റ് ജൈന ടെക്സ്റ്റിലാണ് ഏറ്റവും കൂടുതൽ അത് വരുന്നത്. ഇറ്റ് ഹാസ് ടു ബി എക്സ്പ്ലോർഡ് എന്നുള്ള മാത്രമേ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. പിന്നെ ഒറ്റക്കാര്യം കൂടി, അത് ഈ വാസ്തുവിനെ പറ്റിയൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് മാത്രമാണ് പറയുന്നത്. ഐ തിങ്ക് നിങ്ങൾക്ക് ഒരു ഭൂമി എന്ന് പറയുന്നത് ഇതേ തരത്തിലുള്ള പ്രോബ്ലം ഉണ്ടാക്കുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇത്രയധികം പ്രാധാന്യം. ഈ മനുഷ്യാലയ ചന്ദ്രിക ഒരു മലയാളത്തിലുള്ള ടെക്സ്റ്റാണ്, യുക്തിഭാഷ പോലത്തെ ഒരു ടെക്സ്റ്റാണ്, മലയാളത്തിലുള്ള ടെക്സ്റ്റാണ് മനുഷ്യാലയ ചന്ദ്രിക. ഈ മനുഷ്യാലയ ചന്ദ്രിക എന്ന് പറയുന്ന ടെക്സ്റ്റ് വാസ്തുവിലുള്ള ടെക്സ്റ്റ് എന്തുകൊണ്ട് മലയാളത്തിൽ എഴുതപ്പെട്ടു എന്നുള്ള ചോദ്യമുണ്ട്. ആ ചോദ്യത്തിലുള്ള ഉത്തരവായിട്ട് പറയാൻ കഴിയുന്നത് ഇതുപോലത്തെ തന്നെ പ്രശ്നമുള്ളതാണ് ഈ പറയുന്ന ഒരു ഗ്രൗണ്ട് എന്ന് പറയും, ഒരു സ്പേസ് എന്ന് പറയുന്നത്. ഒരു സ്പേസ്, അത് ലിവിങ് സ്പേസ് എന്ന് പറയുന്ന സ്പേസിന് ഇതേ തരത്തിലുള്ള പ്രശ്നമുണ്ട്. കാരണം ലിവിങ് സ്പേസ് ഹാസ് ടു ബി ഐഡൻറ്റിഫൈഡ്. ഒന്ന്, അത് അതിൻ്റെ അകത്ത് വെള്ളം ഒഴുകുന്നുണ്ട്, മുകളിൽ കൂടി കാറ്റടിക്കുന്നുണ്ട്. മണ്ണെന്ന് പറയുന്നത് അത് ലൂസാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള മണ്ണെന്ന് പറഞ്ഞാൽ ചതുപ്പ് നിറഞ്ഞ മണ്ണാണ്. അങ്ങനെ വരുമ്പോൾ ചതുപ്പ് നിറഞ്ഞ മണ്ണുണ്ട്. ഇത്തരത്തിൽ വരുമ്പോൾ ഒരു സ്പേസ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ട് മാറുന്നു. അതിൻ്റെ അകത്ത് വെള്ളം വേണം, കാറ്റൊരു പ്രത്യേക ദിശയിൽ അടിക്കണം. അതുപോലെ തന്നെ മഴ പെയ്യുമ്പോൾ മഴയുടെ തോത് എത്രയാണെന്നുള്ളത് തീരുമാനിക്കണം. നിങ്ങൾ കുറ്റി അടിച്ചു കഴിഞ്ഞാൽ കുറ്റി മറ്റേ മണ്ണിൽ താണു പോകരുത്, മുകളിൽ തന്നെ കാണണം, ഇല്ലേ? മുകളിൽ തന്നെ കാണുന്നത് താണു പോകരുത്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഉണ്ടായി വരുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ വാസ്തുവിന്, ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ വാസ്തുവല്ല, ഈ മനുഷ്യാലയ നിർമ്മാണം എന്ന് പറയുന്ന ആ ഒരു പ്രിൻസിപ്പിൾ വളരെയധികം പ്രാധാന്യം ഇവിടെ വന്നത്. അതുകൊണ്ട് എന്നുള്ളതാണ് അതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ള. അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം എന്തുകൊണ്ടുണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന ഉത്തരം എനിക്ക് തോന്നുന്നത് ദീറാർ അതിൻ്റെ ഉത്തരം ഏതാണ്ട് സൂചിപ്പിച്ചു കഴിഞ്ഞു. ആ ദീറാർ സൂചിപ്പിച്ച ഉത്തരം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പറയുന്ന തൊഴിൽ, ഇറ്റ് ബിക്കേം ദ പ്രൊറഗേറ്റീവ് ഓഫ് എ ടെക്നിക്കൽ എക്സ്പെർട്ടീസ് ടീം. പെരുങ്കൊല്ലന്മാരെന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ എക്സ്പെർട്ടീസ് ടീമിലേക്ക് വന്നു. ആ ടെക്നിക്കൽ എക്സ്പെർട്ടീസിൻ്റെ കമാൻഡിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന അക്വിസിഷൻ അവർക്ക് കിട്ടി. മറ്റുള്ളവരെ ആരെയും അത് അടുപ്പിച്ചില്ല. അവരുടെ കൂടെ പണിയെടുത്തവർക്ക് പോലും അത് അറിയാൻ വയ്യാത്ത സ്ഥിതി വന്നു. അങ്ങനെ വന്നപ്പോൾ നോളജ് ബിക്കെയിം ഓസിഫൈഡ്. ഇത് ജാതിയുടെ ഫലം കൂടിയാണ്, ജാതി വ്യവസ്ഥയുടെ ഫലം കൂടിയാണ്. ജാതി എന്ന് പറയുന്നത് ഇതാണ്, ജ്ഞാനതലത്തിൽ ജാതി എന്ന് പറയുന്നത് ഇതാണ്. ജ്ഞാനതലത്തിലുള്ള ജാതി ഇതാണ്. എൻ്റെ കയ്യിലുള്ള വിജ്ഞാനം ബാക്കി ആർക്കും കൊടുക്കുകയില്ലെന്നും, ഞാനത് ഗ്രന്ഥത്തിൽ എഴുതി വെച്ച് മുകളിൽ തട്ടമ്പുറത്ത് പൂഴ്ത്തി വെച്ചിട്ടുണ്ടെന്നും അത് ആരും കാണാൻ പാടില്ലെന്നും പറയുന്ന ആ സംഗതി ജാതിയുടെ തന്നെ മറ്റൊരു പ്രിൻസിപ്പിളാണ്. അതോടുകൂടി സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഈ റിക്കഴ്സീവ് എന്ന് പറയുന്ന സംഭവത്തിലേക്കാണ് പിന്നെ നീങ്ങുന്നത്. കാരണം നമ്മൾ തൃക്കണ്ടിയൂർ അച്യുത പിഷാരടി മുതൽ ഇങ്ങോട്ടുള്ള ആദ്യഘട്ടത്തിൽ വന്ന് മുഴുവനും അവർ റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അവരെല്ലാവരും റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. യുക്തിഭാഷ അവസാനത്തെ പുസ്തകം ശങ്കരവർമ്മൻ്റെ ഇറ്റ്സ് ആക്ച്വലി റെപ്പറ്റീഷൻ. മറ്റുള്ളവർ പറഞ്ഞതിന് അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്. നല്ല ടെക്സ്റ്റ് ബുക്കാണ്. ടെക്സ്റ്റ് ബുക്ക് ഈസ് എ ഗുഡ് റെപ്പറ്റീഷൻ. ടെക്സ്റ്റ് ബുക്ക് ഈസ് നോട്ട് എ തീസിസ്. ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് എപ്പോഴും നല്ല റെപ്പറ്റീഷൻസ് ആണ്, നല്ല ടെക്സ്റ്റ് ബുക്ക് അല്ലേ? തെറ്റാതെ റിപ്പീറ്റ് ചെയ്യണം. ഒരു കാര്യവും തെറ്റാതെ റിപ്പീറ്റ് ചെയ്യലാണ് നല്ല ടെക്സ്റ്റ് ബുക്കിൻ്റെ രീതി. അങ്ങനെ ടെക്സ്റ്റ് ബുക്കുകളായിട്ട് മാറുകയാണ് ചെയ്തത്. അങ്ങനെ ടെക്സ്റ്റ് ബുക്കുകളായിട്ട് മാറുമ്പോൾ പിന്നീട് അത് നോളജ് എന്ന് പറയുന്ന യാതൊരു തരത്തിലുള്ള അഡ്വാൻസ് പിന്നെ ഉണ്ടാവില്ല. അതാണ് അവിടെ സംഭവിച്ചത്. അതാണ് സംഭവിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു. ദാറ്റ് ഹാസ് ടു ബി, അത് ഇറ്റ് ഹാസ് ടു ബി സ്റ്റഡീഡ്. ഒരു ഘട്ടം വരെ ഇതിനെ ഫ്ലറിഷ് ചെയ്യാനും പിന്നീട് അത് ആ മൂവ്മെന്റ് തീരാനും കാരണം അപ്പം എന്തെങ്കിലും മാറ്റം ഉണ്ടാവും? അതോ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഘട്ടം വരെ ഇതാണെങ്കിലും നമ്മുടെ മെറ്റലർജി ആണെങ്കിലും മാത്തമാറ്റിക്സ് ആണെങ്കിലും ഈ ഒരു ജാതി വ്യവസ്ഥയൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇത് ഫ്ലറിഷ് ചെയ്തതും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് എക്സ്പയർ ചെയ്ത് പോവുകയും ചെയ്തു? അല്ല, അങ്ങനെയല്ല. ഇത് ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നതല്ല പ്രശ്നം. ജാതി അതിനു മുമ്പും ഉണ്ടാവാം.
പക്ഷേ നിങ്ങൾക്കൊരു ആക്ച്വലി ഒരു സോഷ്യൽ മുമ്പ് പറഞ്ഞ പോലെ ഒരു സോഷ്യൽ പ്രഷർ, ആ നോളജ് നിർമ്മിക്കാനുള്ള ഒരു പ്രഷർ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. സംബഡി വിൽ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ്. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ മാധവൻ തൊട്ടുള്ള ആളുകളുടെ അവരുടെ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് മാത്തമാറ്റിക്സ് ഹാഡ് ബീൻ ലേഡ് ഡൗൺ ഏർലിയർ. അത് മുഴുവനും പുതിയതല്ല, അത് മുഴുവൻ നേരത്തെ തന്നെ ലേഡ് ഡൗൺ ആണ്. ഇപ്പോൾ ലീലാവതി പോലെയുള്ള പുസ്തകങ്ങളിൽ തന്നെ അത് കാണാം, അത് നേരത്തെ തന്നെ ഉണ്ട്. അവർ ചെയ്തു എന്ന് പറയുന്നത് അവരുടെ നോളജിനെ വേണമെങ്കിൽ അവർക്ക് ചെയ്യാമായിരുന്നു. വെറും ആസ്ട്രോളജി ഉപയോഗിച്ചിട്ട് വെറുതെ കണക്ക് കൂട്ടി പഞ്ചാംഗം ഉപയോഗിച്ച് തൃപ്തി അടയാമായിരുന്നു, അങ്ങനെ ചെയ്യാമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യാതിരുന്നതിൻ്റെ കാരണം ദ പ്രോബ്ലംസ് ദേ വർ ഫേസിങ് were too serious to be looked after by simply by an astrological predictions. അങ്ങനെ ഒരു സംഗതിയിലൂടെ ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. നിങ്ങൾക്ക് ഈ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വെള്ളപ്പൊക്കങ്ങളുടെ അല്ലെങ്കിൽ കാലാവസ്ഥാ മാറ്റങ്ങളുടെ, ടൈഡൽ വേവ്സിൻ്റെ, വിൻഡിൻ്റെ വെലോസിറ്റിയുടെ, റിവർ ഫ്ലോയുടെ സ്പീഡിൻ്റെ, ഇതിൻ്റെയൊക്കെ കണക്കൂട്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ അത് അസ്ട്രോളജിയെ കൊണ്ട് സാധ്യമല്ല. അസ്ട്രോളജിയെക്കുറിച്ച് എന്ന് മാത്രമല്ല, ദേ റിയലൈസ് ദാറ്റ് അസ്ട്രോളജിയെ കൊണ്ട് കൃത്യമായിട്ട് ഇന്ന സമയത്താണ് മഴ പെയ്യുന്നത് പോലും പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് അസ്ട്രോളജിയെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് അവർ മനസ്സിലാക്കിയത്. ഫോർ വിച്ച് ദേ റിക്വയർഡ് അതർ തിങ്. സോ ദർ വാസ് എ ഫെൽറ്റ് നീഡ്. ആ ഫെൽറ്റ് നീഡിനെ അഡ്രസ്സ് ചെയ്യണ്ടേ? അവിടെ ജാതി പ്രശ്നമല്ല, അവിടെ ജാതി മറികടക്കും. ആ സമയത്ത് ആ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ജാതി മറികടക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് സംഭവിക്കുന്നത് ഇതൊരു ഓസിഫൈഡ് നോളജായിട്ട് മാറുന്നത് ഇതൊരു ഫൈനൽ പ്രോഡക്റ്റായിട്ട് സംഭവിക്കുകയും, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ തന്നെ നടക്കുള്ളൂ എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്ന സമയത്ത് വാട്ട് എവർ ദാറ്റ് ഹാപ്പൻസ് ബിയോണ്ട് ദിസ്, ഒരു വലിയൊരു വെള്ളപ്പൊക്കം വരികയാണെങ്കിൽ, നമ്മുടെ വെള്ളപ്പൊക്കം വന്നപ്പോൾ ടിപ്പു സുൽത്താൻ്റെ ഇതിൻ്റെ വെള്ളപ്പൊക്കം വന്നപ്പോൾ ആ വെള്ളപ്പൊക്കം അതെ ടിപ്പു സുൽത്താൻ ക്രോസ് ചെയ്യാൻ വന്നപ്പോൾ വെള്ളപ്പൊക്കം ദൈവകോപമാണെന്ന് തീരുമാനിക്കുകയാണ്. വെള്ളപ്പൊക്കത്തിൻ്റെ ഇത് എന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കുകയല്ല ചെയ്തത്, അത് ദൈവകോപമാണെന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള തീരുമാനങ്ങളിലെത്തും. അങ്ങനെയാണ് പാപസങ്കല്പം ഉണ്ടായി വരുന്നത്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യം വരുമ്പോൾ അത് നിങ്ങൾ തന്നെ സൃഷ്ടിച്ച പാപമാണെന്നുള്ള ധാരണയിലെത്തുന്നു. അങ്ങനെ മറുപടി സൃഷ്ടിക്കുകയാണ് ചെയ്തത്. അതാണ് സംഭവിക്കുന്നത്. ഇരുമ്പ് സാങ്കേതികവിദ്യ ഇല്ലാതെ പോയതിന് വളരെ ഓൾമോസ്റ്റ് കാരണങ്ങൾ വ്യക്തമാണ്. പോർട്ടോനോവോ അയൺ ഫാക്ടറി എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരുടെ ഫാക്ടറി തമിഴ്നാട്ടിൽ ആരംഭിച്ചിട്ട് 1830 അത് ആരംഭിച്ചിട്ട് അവിടെ വേണ്ടത്ര ചാർക്കോള് കിട്ടാതെ വന്നു. മീൻസ് മരങ്ങളുടെ വ്യാപകമായ ഉപയോഗം കൊണ്ട് കുറഞ്ഞു വന്നപ്പോൾ അത് ഷിഫ്റ്റ് ചെയ്താണ് ബേപ്പൂർക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കാരണം വളരെ സമ്പന്നമായ കാടുകൾ ഇവിടെ, പ്രത്യേകിച്ച് നമ്മൾ വിചാരിക്കും നിലമ്പൂരിൽ നിന്ന് ഈ തേക്ക് പോയത് മുഴുവൻ കപ്പലുണ്ടാക്കാനും മറ്റും മാത്രം, അതിന് മാത്രമല്ല ഈ പോർട്ടോനോവ കമ്പനിയിലേക്ക് ചാർക്കോൾ ഉണ്ടാക്കാനും ഈ സാധനം പോയിട്ടുണ്ട്. അങ്ങനെ ഇവിടെയും ഇതേ ഡിപ്ലീഷൻ വന്നു. 1830 അവിടെ തുടങ്ങി, പിന്നീട് ഷിഫ്റ്റ് ചെയ്തു. ഒരു 1855-56 ഇത് നിന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. ഈ കമ്പനി നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്ത് സംഭവിച്ചു? ഈ സാധാരണ ആൾക്കാർ ഇരുള് മരുത് പോകാൻ തുടങ്ങിയിട്ടുള്ള മരങ്ങൾ ഉപയോഗിച്ച് കരി ഉണ്ടാക്കിയിരുന്ന കരിക്ക് വൻതോതിൽ ടാക്സ് ഇവർ കൊണ്ടുവന്നു. അതുപോലെ ഇരുമ്പയിരിന് കൂടുതൽ ടാക്സ് കൊണ്ടുവന്നു. അപ്പോൾ സാധാരണ ആളുകൾക്ക് ഇതിൻ്റെ വിഭവ ലഭ്യത പരമാവധി കുറയ്ക്കുന്ന സംഭവം അവിടെ ഉണ്ടായി. അതോടൊപ്പം തന്നെ ബ്രിട്ടീഷ് ഇരുമ്പിൻ്റെ വ്യാപനം, പൊട്ടനോ പൂട്ടി ഒന്നോടുകൂടി തന്നെ പുറത്തുനിന്ന് ഇത് കമ്പനി നഷ്ടത്തിലായി, ഭീകരമായ നഷ്ടത്തിലായിട്ടാണ് അടച്ചു പോയിരിക്കുന്നത്. ഇതിൻ്റെ വ്യാപനവും സമാന്തരമായിട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഭൗതിക സാമൂഹ്യ ഇതിൽ തന്നെ ബ്രിട്ടീഷ് ആധിപത്യം നടത്തിയിട്ടുള്ള കൃത്യമായ എന്താ പറയുക നയങ്ങൾ കൊണ്ട് തന്നെയാണ് നിന്നു പോയത്. പിന്നെ ആദ്യത്തെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുക, ഈ വർണ്ണാശ്രമ ധർമ്മം എങ്ങനെ ഇതിനെ നശിപ്പിച്ചു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണങ്ങളൊന്നാണ് ലോകശാസ്ത്രം. ഒരു ഉദാഹരണം മാത്രമാണ്. ഇപ്പോൾ നമ്മൾ ഓടായികളെ, ഈ കപ്പലുണ്ടാക്കിയിരുന്ന ആളുകൾ ആശാരിമാരാണ്, അവർ ഓടായികൾ എന്നാണ് പറയുക. അതുപോലെ കൊല്ലന് സ്റ്റാറ്റസ് ഇല്ലല്ലോ. ഇപ്പോൾ നമ്മൾ ഈ
ഇരുമ്പ് എല്ലാത്തിനും വേണ്ടേ? ഇവിടെ അയോധന കലകൾക്ക് ഇരുമ്പ് വേണ്ടേ? രാജാക്കന്മാർക്ക് ഇരുമ്പ് വേണ്ടേ? ഇപ്പോൾ മലബാർ മാനുവലിൽ തന്നെ 5 ലക്ഷം ഹെക്ടർ കൃഷിയുടെ നെൽകൃഷിയെക്കുറിച്ച് മാത്രം പറയുന്നത്. അപ്പോൾ ഇരുമ്പിൻ്റെ അപ്ലിക്കേഷൻ എല്ലാ സ്ഥലത്തുണ്ട്. ഇരുമ്പ് ഉണ്ടാക്കുന്നതിന് ആവശ്യമില്ല എന്ന് വരികയാണ് ചെയ്തത്. അതിൻ്റെ കൃത്യമായ കാരണം സാമൂഹ്യമായ അന്തസ്സ്, ശാസ്ത്ര സമൂഹമല്ലേ ഇവർ ശരിക്കും. ശാസ്ത്ര സമൂഹമായ ഇവർക്ക് ഒരിക്കലും സാമൂഹ്യമായ അന്തസ്സ് കിട്ടിയിട്ടില്ല. ഇതൊന്നുമല്ലാത്ത ആളുകളുടെ കയ്യിലാണ് ഈ അന്തസ്സ് ഇരുന്നത്. ബ്രിട്ടീഷ് ആധിപത്യം വന്നു, ഈ സംഗതികളൊക്കെ വന്നു. അതിനുശേഷം ഇത് തകർന്നു പോയി. ഈ കൊല്ലന്മാരെ കുടുംബത്തിലെ പരമ്പര എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം, ആ സ്റ്റാറ്റസ് കിട്ടിയിരുന്നെങ്കിൽ അവരാ പണി തന്നെ തുടരുമായിരുന്നല്ലോ. അത് എല്ലാ തരത്തിലുള്ള ഭൗതിക വിജ്ഞാന രംഗത്ത് ഇന്ത്യയെ ശക്തമായി നിലനിർത്തി. അല്ലാണ്ട് ആധ്യാത്മിക ജ്ഞാനം വിവേകാനന്ദസ്വാമികൾ പണ്ട് ചിക്കാഗോയിൽ പോയി പ്രസംഗിച്ചു, നമ്മൾ യൂറോപ്പിന് ആധ്യാത്മികത കൊടുക്കും, യൂറോപ്പ് നമുക്ക് ഭൗതിക തരും. അതല്ലല്ലോ. ഇന്ത്യയിലെ ഭൗതിക വിജ്ഞാനം ഉണ്ടായിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സമ്പന്നമായ കുറേ ഭൂപ്രദേശങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായി വന്നത്. ജ്ഞാനമേഖലയിൽ പ്രത്യേകിച്ച് വാസ്തുവിദ്യയിലായാലും ലോകശാസ്ത്രത്തിലായാലും വൈദ്യശാസ്ത്രത്തിലായാലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ 2 രീതിയിൽ പരിശോധിക്കണം. ഭൂതകാലത്ത് വർണ്ണാശ്രമ ധർമ്മമായിരുന്നു ഇതിന് മാരകമായ ഭീഷണിയായിരുന്നത്. പിന്നീട് ബ്രിട്ടീഷ് കൊളോണിയലിസമാണ്. അതിനെ തുടർന്ന് വന്ന നമ്മുടെ ചരിത്രബോധത്തിൻ്റെ ഒരു മഹാഭൂരിപക്ഷവും ഈ യൂറോസെൻട്രിക് ആയിട്ടുള്ളൊരു ചരിത്രബോധം ആണ് നമ്മൾ നയിച്ചിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ല, ഒറ്റക്കാര്യം മാത്രമേ ഉള്ളൂ. അത് എനിക്ക് തോന്നുന്നത് ദീറാർ പറഞ്ഞതിനോട് ഒരു അഡീഷൻ മാത്രമേ ഉള്ളൂ. അത് ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആനന്ദ് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെടുത്തി കൂടി പറയുന്ന ഒരു കാര്യം കൂടിയാണ്. അതായത് ഈ നമുക്ക് 18th സെഞ്ച്വറിയിലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ സമയത്ത് അവിടുത്തെ ഒരു എഡ്യൂക്കേഷൻ പ്രോസസ്സിനെ കുറിച്ചുള്ള നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പഠനങ്ങൾ വന്നിട്ടുണ്ട്. ആ പഠനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളൊന്ന് ധാരാളമായിട്ട് വന്നിട്ടുള്ള ഈ മെക്കാനിക്കൽ ആർട്ട് സൊസൈറ്റീസാണ്. അതായത് ആർട്സ് എന്ന് വിളിച്ചിരുന്നത് കലകൾ എന്ന് വിളിച്ചിരുന്നത്, ഇവിടെ അങ്ങനെ തന്നെയാണ് കലകൾ എന്ന് വിളിച്ചിരുന്നത്. കലകൾ എന്ന് വിളിച്ചിരുന്നത് മെക്കാനിക്കൽ ആർട്സിനെയാണ്. അങ്ങനെ വരുമ്പോൾ കൊല്ലന്മാർ, തട്ടന്മാർ, ആശാരിമാർ, മെക്കാനിക്കലായിട്ടുള്ള വർക്കേഴ്സ്, അവരൊക്കെ കൂടി ചേർന്നിട്ടുള്ള മറ്റേ മെക്കാനിക്കൽ ആർട്ട് സൊസൈറ്റീസ് എന്ന് പറയുന്നത് വളരെ വ്യാപകമായിട്ട്, ഗിൽഡുകളല്ല, ഇത് ഇവർ തന്നെ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന സൊസൈറ്റീസാണ്. അങ്ങനെയുള്ള സൊസൈറ്റീസിൽ 17-ാം നൂറ്റാണ്ടിൽ ഗലീലിയോ അത്തരത്തിലുള്ള ഒരു സൊസൈറ്റിയിൽ അംഗമായിരുന്നു. അത് ശരിയല്ലേ? ആണ്. ഗലീലിയോ അത്തരത്തിലുള്ള ഒരു സൊസൈറ്റിയിൽ അംഗമായിരുന്നു. അങ്ങനെ വേണ്ടി ഇത്തരത്തിലുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അപ്ലൈഡ്, നമ്മൾ ഈ തിയററ്റിക്കൽ ശുദ്ധ ശാസ്ത്രം എന്നുള്ള നിലയിലല്ല ഉണ്ടായി വന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇവരുടെ ഇടയിൽ നിന്നാണ് ആദ്യത്തെ യഥാർത്ഥത്തിൽ ഈ കോളേജിയേറ്റ് സിസ്റ്റം ഉണ്ട്. അതിനു മുമ്പ് യൂണിവേഴ്സിറ്റീസാണ് ഉണ്ടായിരുന്ന വഴി. യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്ന സമ്പ്രദായത്തിൽ നിന്ന് കോളേജസ് എന്ന് വിളിക്കുന്ന സമ്പ്രദായം ഉണ്ടായി വരുന്നത് ഈ പറയുന്ന ആളുകളിൽ നിന്നാണ്. അങ്ങനെയുള്ള ആളുകളുടെ ഈ കോളേജസ് എന്ന് പറയുന്ന സ്ഥലത്തെ മറ്റേ ടീച്ചേഴ്സായിരുന്നു മറ്റേ നമ്മുടെ പേരെന്താണ്, ജോസഫ് പ്രീസ്ലിയും ജോൺ ഡാൾട്ടനും പോലെയുള്ള ആൾക്കാരൊക്കെ ഇത്തരത്തിലുള്ള കോളേജസിലെ ടീച്ചേഴ്സായിരുന്നു. അവരൊക്കെ തന്നെ തൊഴിലാളികളുടെ അവിടെ നിന്ന് വന്നിട്ടുള്ള ആർട്ടിസാൻ സൊസൈറ്റീസിലെ കോളേജ്, ഇതിൻ്റെ ഉൽപ്പന്നങ്ങളാണ് മൈക്കൽ ഫാരഡേ പോലുള്ള ആളുകളൊക്കെ. ഞാനത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രോസസ്സ് നടന്നിട്ടില്ല. നമ്മളുടെ ഇവിടെ യഥാർത്ഥത്തിൽ സയൻസ് പഠിക്കാൻ പോയവരൊക്കെ ബ്രാഹ്മണരാണ്. ക്ഷമിക്കണം, നല്ലൊരു ശതമാനവും ഞാൻ പറയുന്നത് ബ്രാഹ്മണർന്ന് ഞാൻ വിളിക്കുന്നത് ബ്രാഹ്മണം പൂണൂലോട്ട ബ്രാഹ്മണം എന്നുള്ള അർത്ഥത്തിലല്ല. ഞാൻ ഇവിടെ വിളിക്കുന്നത് ദേ ബിലോങ് ടു എ നോൺ വർക്കിംഗ് ഗ്രൂപ്പുകളിൽ നിന്നാണ്. വർക്കിംഗ് അല്ലാത്ത, ഇതുമായിട്ട് ബന്ധപ്പെടാത്ത ഗ്രൂപ്പുകളിൽ നിന്നാണ് ഇവിടെ സയൻസ് പഠിക്കാനായിട്ട് ആളുകൾ പോകുന്നു മുഴുവൻ. അതിൽ ആ ഒരു വ്യത്യാസം നമ്മൾ കാണേണ്ടതുണ്ട്. അവിടെ അത്തരത്തിലുള്ള ആളുകളിൽ നിന്നാണ് വന്നിരുന്നത്. ഇൻഫാക്റ്റ് ഇപ്പോൾ ജോർജ് സ്റ്റീഫൻസിനെ പോലുള്ള ആൾക്കാർക്ക് ആക്ച്വലി അവർ സ്കൂൾ എഡ്യൂക്കേറ്റഡ് ആണോ എന്ന് പോലും സംശയമാണ്. അങ്ങനത്തെ ആൾക്കാരാണ് അവരൊക്കെ തന്നെ.
അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്നൊരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, അതിന് പകരം ഇവിടെ നമുക്ക് അതിന് തുല്യമായിട്ടുള്ള ടെക്നോളജിക്കലോ സയൻറ്റിഫിക്കോ ആയിട്ടുള്ള ഒരു ഇന്നോവേറ്റീവ് ഇതുണ്ടായിട്ടില്ല. അതിൽ ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന് പ്രധാനപ്പെട്ടൊരു പങ്കുണ്ട്. പക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷവും നമ്മളത് ഉണ്ടാക്കിയില്ല എന്നുള്ളതും കൂടി കാണണം. അത് വിവിധയിനം സ്റ്റീലുകൾ ഉണ്ടാക്കിയ ആളാണ് ഫാരഡെ. ഫാരഡെ പറയുന്നത് അതിനെന്നെ പ്രാപ്തമാക്കിയത് ഇന്ത്യൻ മെറ്റലർജി. അതാണ് ഇന്ത്യൻ മെറ്റലർജിയുടെ വിവിധ പാഠങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്, പരീക്ഷിച്ചുകൊണ്ടാണ് വിവിധ തരത്തിലുള്ള സംഗതികൾ, സ്റ്റീലുകൾ രൂപകൽപ്പന ചെയ്യാൻ അദ്ദേഹത്തിന്. അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ ഒരുപാട്. പിന്നെ മെറ്റലർജിസ്റ്റുകൾ, ഇപ്പോൾ നമ്മൾ ഡൽഹിയിലെ ഇരുമ്പ് സ്തൂപത്തെ കുറിച്ച് പറയുമല്ലോ. 2.3 ടൺ ഭാരമുള്ളതാണ് ആ ഇരുമ്പ് സ്തൂപം. 1500 വർഷം പഴക്കല്ലേ, അത് തുരുമ്പ് പിടിച്ചിട്ടില്ലല്ലോ. അപ്പം സാങ്കേതിക വിദ്യയിൽ ഇത്ര മികച്ച ഒരു ഭൂതകാലം ഉണ്ട് എന്നതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഇന്നും ഉണ്ട്. മാഷ് സൂചിപ്പിച്ച കാര്യം, നമുക്ക് നമ്മുടെ വഴികൾ, നമ്മുടെ നാട്ടുവഴികൾ അന്വേഷിക്കാനോ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാലല്ലേ വഴിക്ക് പോവുള്ളൂ. ആനന്ദ മാഷോടാണ്. ഞാനൊരു മലയാള അധ്യാപകനാണ്. പക്ഷെ നമ്മുടെ ഇപ്പോൾ FIUGPയുടെ ഭാഗമായിട്ട് ഒരു കേരള നോളജ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേപ്പറൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് മാത്സുമായിട്ട് ബന്ധപ്പെട്ട, കേരള സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട വായനകൾ നടത്തിയിട്ടുള്ളത്. അതിന് മുമ്പ് തന്നെ ജോർജ് ഗീവർഗീസ് ജോസഫിൻ്റെ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പറഞ്ഞതിനകത്ത് ചില ഫാക്ച്വലായിട്ടുള്ള വിഷയങ്ങളൊരു കാര്യം സംസാരിക്കാനാണ്. അപ്പം മാധവൻ്റെ പുസ്തകങ്ങളൊന്നും ലഭ്യമല്ല എന്ന് പറഞ്ഞതിനകത്ത് ഒരു പരിശോധന വേണമെന്ന് തോന്നുന്നു. മാധവൻ്റെ വേണുവാരോഹം, അതുപോലെ തന്നെ സ്ഫുടചന്ദ്രാപ്തി, പിന്നെ പോലെയുള്ള അതുപോലെ തന്നെ ചന്ദ്രവാക്യങ്ങളൊക്കെ ലഭ്യമാണ്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ കൂടി അതിൻ്റെ ട്രാൻസ്ലേഷൻസ് വന്നിട്ടുണ്ട്. പിന്നെ കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ്, കേരളത്തിൻ്റെ ഗണിത പാരമ്പര്യം തുടങ്ങുന്നത് വ്യക്തി എന്നുള്ള രീതിയിൽ വരരുചി മുതലാണ് പറഞ്ഞു തുടങ്ങുന്നത്. പിന്നീട് മറ്റേ ഹരിദത്തനും പിന്നെ ഗോവിന്ദസ്വാമി, ശങ്കരനാരായണൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പേരിലെ അതിന് മുമ്പ് തന്നെ കുറേ ആൾക്കാരുടെ ഒരു ട്രഡീഷൻ പറയുന്നുണ്ട്. പിന്നെ മാഷ് പറഞ്ഞ പോലെ തന്നെ ഒരു ജ്യോതിഷവും ജ്യോതിശാസ്ത്രവും ഒക്കെ ചേർന്നിട്ടുള്ള ആ ഒരു കുഴമർച്ചലിൻ്റെ കൂടെയാണ് ഈ ഒരു ട്രഡീഷൻ വന്നിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യമുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഇത് അപ്ലൈഡ് ആണ് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്ലൈഡ് ആയിരുന്നു. ആ അപ്ലിക്കേഷൻ അവിടെ യൂറോപ്പിലുണ്ടായ പോലെ വ്യവസായ അപ്ലിക്കേഷൻ അല്ല, ഇവിടുത്തെ കാർഷിക, അത് വളരെ പരിമിതമായിരുന്നു. മിക്കവാറും റിച്വലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു കാര്യം. ഇത് ഇതിനകത്ത് ഡിസ്കഷൻ സാധ്യമാണെന്ന് തോന്നുന്നു. പിന്നെ ജാതിയുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. അത് എനിക്ക് തോന്നുന്നു ജോർജ് ഗീവർഗീസ് ജോസഫ് എന്തുകൊണ്ടാണ് ഇത് കേരളത്തിലെ ബ്രാഹ്മണരുടെ ഒരു ട്രഡീഷനിലേക്ക് ഈ പറഞ്ഞ കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് ഒതുങ്ങി നിന്നതെന്നുള്ളൊരു ചർച്ച ഗീവർഗീസ് ജോസഫ് വിശദമായിട്ട് സംസാരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നല്ല പോയിന്റാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് എന്ന് ആൾക്കാർ പറയുമ്പോൾ അത് കേരളത്തിലുണ്ടായ എല്ലാ മാത്തമാറ്റിക്സും അല്ല അവർ ആ വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് 14-ാം നൂറ്റാണ്ട് തൊട്ട് 16-ാം നൂറ്റാണ്ട് വരെ മാധവൻ മുതൽ ഏതാണ്ട് യുക്തിഭാഷ, ഗണേഷ് മാഷ് പറഞ്ഞ മാതിരി ടെക്സ്റ്റ് ബുക്കാക്കി വന്നു. പക്ഷേ യുക്തിഭാഷ ഉണ്ടായിരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും KV ശർമ്മയുടെ ട്രാൻസ്ലേഷനും നോട്ട്സും ഒക്കെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് ലോകത്ത് ഇത് ശ്രദ്ധിക്കുന്ന മാതിരി ഇപ്പോൾ പല കാര്യങ്ങളും പല സ്ഥലത്തും ഉണ്ടായി എന്ന് പറയാം. പക്ഷേ എത്ര ലോകശ്രദ്ധ അതിന് കിട്ടി എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പല സ്ഥലങ്ങളിലും പലതും ഉണ്ടായിണ്ടാവാം, പലതും മരിച്ചു പോയിണ്ടാവാം, ആൾക്കാരത് നോട്ട് ചെയ്യാതെ പോയിണ്ടാവാം. ഒരു ഇൻ്റലക്ച്വൽ ട്രഡീഷൻസ് നോക്കുമ്പോൾ ഒരു ലെഗസിയും വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. അപ്പോൾ കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് ഇന്ന് ലോകത്തൊട്ടാകെ അവരത് ഉദ്ദേശിക്കുന്നത് ഈ 250 കൊല്ലത്തെ മാത്സാണ്. അതിന് മുമ്പുള്ളതുമല്ല, അതിന് പിൻപുള്ളതുമല്ല. ഇപ്പോൾ മോഡേൺ ഡേയിലും കേരളത്തിൽ നിന്ന് ഫേമസ് മാത്തമാറ്റീഷ്യൻസ് ഉണ്ടായിണ്ടാവാം. അത് കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നതല്ല. അതാണ് ഒരു കാര്യം പറയേണ്ടത്. പിന്നെ ഈ മാധവൻ്റെ പുസ്തകങ്ങളെ പറ്റി പറഞ്ഞു, എനിക്കറിയില്ലായിരുന്നു. കാരണം ഈ പല ഹിസ്റ്റോറിയൻസും ഇതിനെപ്പറ്റി പറയുന്നത് അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും ലോകം അറിയുന്നത് ജ്യേഷ്ഠദേവന മാതിരിയുള്ളവരത് സമ്മറൈസ് ചെയ്ത് ടെക്സ്റ്റ് ബുക്ക് ഫോമിൽ ആക്കുമ്പോൾ മാത്രമാണെന്നുള്ളതാണ്. പക്ഷേ ചില പുസ്തകങ്ങൾ ലഭ്യമായിട്ടുണ്ടാവാം, എനിക്കറിയില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്തായാലും നന്നായി, അതുകൂടെ ഞാൻ പറയണമെന്ന് വിചാരിച്ചതായിരുന്നു. ധാരാളം പഠനങ്ങൾ ഞാൻ വായിക്കാത്തതാണ്, പക്ഷേ ധാരാളം പഠനങ്ങൾ ഇക്കാര്യങ്ങൾ നടന്നുണ്ട്. അപ്പോൾ 3 പുസ്തകമാണ് ഏറ്റവും എന്താ പറയുക, ആൾക്കാരിപ്പോൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതിൽ ഒന്ന് അദ്ദേഹം പറഞ്ഞു, ഗീവർഗീസ് ജോസഫിൻ്റെ ക്രസ്റ്റ് ഓഫ് പീകോക്ക്. അത് കുറച്ചും കൂടെ ഒരു പോപ്പുലർ വായനയ്ക്ക് ഉതകുന്ന പുസ്തകമാണ്. മറ്റു രണ്ടും കുറച്ചും കൂടെ
ഡ്രൈ ആവാൻ മതി. ഒരു പോപ്പുലർ പുസ്തകമായിരിക്കില്ല, പക്ഷെ വളരെ നന്നായി കൈകാര്യം ചെയ്യുന്നതാണ്. അത് വായിച്ചവരെന്നോട് പറയുന്നു. അതിൻ്റെ റിവ്യൂസ് ഞാൻ വായിച്ചിട്ടുണ്ട്, പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല, ഇത് ഞാൻ വായിച്ചിട്ടുണ്ട്. ഒന്ന് കിം പ്ലോഫ്കർ, PLOFKER. അവർ ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലെ അവരുടെ ബ്രൗൺ യൂണിവേഴ്സിറ്റി ആണ് ശരിക്കും ലോകത്ത് ഈ ഇന്ത്യൻ മാത്തമാറ്റിക്സിനൊക്കെ വളരെ ലോകശ്രദ്ധ വന്നതിനുള്ള ഏറ്റവും പ്രധാന കാരണം ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലെ ഇൻഡോളജിക്കൽ സ്റ്റഡീസാണ്. അവിടെ ഡേവിഡ് പിംഗ്രി എന്ന് പറഞ്ഞ വളരെ അദ്ദേഹം സാൻസ്ക്രിറ്റിസ്റ്റാണ്, സാൻസ്ക്രിറ്റ് സ്കോളറാണ്. പക്ഷേ സാഹിത്യം മാത്രം പഠിക്കുന്നതിന് പകരം അദ്ദേഹത്തിന് ഇങ്ങനത്തെ കാര്യങ്ങളിലും കൂടെ താല്പര്യം വന്ന് ഡേവിഡ് പിൻഗ്രിയുടെ PhD സ്റ്റുഡൻസ് ആണ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിച്ച് മാത്സ് ബാക്ക്ഗ്രൗണ്ടോടെ വന്ന് ചെയ്ത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് കിം പ്ലോഫ്കർ. അവരുടെ പുസ്തകം എനിക്ക് തോന്നുന്നു മാത്തമാറ്റിക്സ് ഇൻ ഇന്ത്യ എന്നാണെന്ന് തോന്നുന്നു. മാത്തമാറ്റിക്സ് ടൈറ്റിലുണ്ട്, നമ്പർ തിയറി എന്നായിട്ടില്ല. കിം പ്ലോഫ്കർ അവർക്ക് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഉണ്ടാവാൻ മതി. അപ്പോൾ അതാണ് ഒരു പുസ്തകം. രണ്ട് കൂടുതൽ അടുത്ത് വന്നത് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആളാണ്, അദ്ദേഹം ഈയിടെയാണ് മരിച്ചത്, PP ദിവാകരൻ്റെ മാത്തമാറ്റിക്സ് ഇൻ ഇന്ത്യ. അതിനെപ്പറ്റി എഴുതിയവരൊക്കെ അത് വളരെ വളരെ നന്നായിട്ട്, പക്ഷേ ചിലപ്പോൾ ഡ്രൈ ആവാം, കാരണം ടെക്നിക്കലായിട്ട് പോവാണ്, ഒരു പോപ്പുലർ റീഡിംഗ് ഉള്ളതാവില്ല. ഈ മൂന്ന് പുസ്തകങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ള. അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഞാൻ ഓർത്തു. താങ്ക് യു. ആനന്ദിനോടാണ് ചോദ്യം. ഈ കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിൻ്റെ ഈ ടെക്സ്റ്റുകൾ വളരെ സംസ്കൃതത്തിൽ എഴുതിയത് കൊണ്ടും പിന്നെ സംസ്കൃതം ഒരു വരേണ്യ ഭാഷ ആയതുകൊണ്ടും ജാതി വ്യവസ്ഥകളുകൊണ്ടും അതിന് ശേഷം ഒരു തുടർന്ന് വന്നില്ല എന്നുള്ളൊരു തോന്നുന്നു. പക്ഷേ ഇപ്പം കാൽക്കുലസ് നോക്കാൻ ന്യൂട്ടൺ റോയൽ സൊസൈറ്റി ഒരു എലീറ്റ് സൊസൈറ്റി ആയിരുന്നു. അതൊരു എന്താ പറയുക ജനകീയ സൊസൈറ്റി ഒന്നും അല്ലായിരുന്നു. ആൻഡ് ബ്രിട്ടൻ ഇംഗ്ലണ്ട് വളരെ എക്സ്ട്രീം ക്ലാസസ് സൊസൈറ്റിയാണ്. അപ്പം അതെന്തുകൊണ്ട് കുറച്ച് ഇപ്പോൾ ഈവൻ റോയൽ സൊസൈറ്റി അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും, അതിങ്ങനെ ജനങ്ങളിലെത്തിക്കാനൊന്നും ആയിരുന്നില്ല ഉദ്ദേശം. അതൊരു എക്സ്ട്രീംലി എലൈറ്റ് സൊസൈറ്റിയാണ്. അപ്പം അവിടെ എന്തായിരുന്നു ആ വ്യത്യാസം? അതിങ്ങനെ തുറന്നു വരാനും അത് എന്തെങ്കിലും തോട്ട്സ് ഉണ്ടോ? അപ്പോൾ യുക്തിഭാഷ ഒഴിച്ച് ബാക്കിയൊക്കെ ഈ കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിൻ്റെ ടെക്സ്റ്റൊക്കെ സാൻസ്ക്രിറ്റിലായിരുന്നു. പക്ഷെ അതൊരു കാരണമെന്ന് ഞാൻ പറഞ്ഞില്ല, കാരണം ഞാൻ തന്നെയാണ് പറഞ്ഞത് അവിടെയും അവർ ലാറ്റിനിലാണ് എഴുതിയത്. അപ്പോൾ ചില ആൾക്കാർ പറയുന്നത് അവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ, ഇപ്പോൾ റോയൽ സൊസൈറ്റി ഒരു എലീറ്റിസ്റ്റ് ആണെങ്കിൽ പോലും അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിം വർക്കാണ്. റോയൽ സൊസൈറ്റിയിൽ മാത്തമാറ്റീഷ്യൻ ഇരിക്കുന്ന ഒരു എഞ്ചിനീയറുടെ ഒപ്പം ഒരു വേറൊരാളുടെ ഒപ്പം, അപ്പോൾ കുറേയും കൂടെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിം വർക്ക്സ് സഹായിച്ചിട്ടുണ്ടാവാം എന്നുള്ളതൊരു ഗസ് വർക്ക് മാത്രമാണ്. പിന്നെ പൊതുവേ ആ സൊസൈറ്റിയിൽ എന്താ പറയുക ഒരു എക്സ്പെരിമെൻറ്റേഷൻ വാല്യൂ ചെയ്തിട്ടുണ്ടാവാം. ഇവിടെ പല പല കാരണങ്ങൾ കൊണ്ടും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ചെയ്യാത്തത് കൊണ്ടും ചിലപ്പോൾ ചില കാര്യങ്ങൾ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ്സിലേക്കായി മാറി നിന്നുണ്ടാവാം. ജാതി വ്യവസ്ഥ അതിനൊരു പ്രധാന കാരണമായിരിക്കണം, അത്രേ പറയുന്നുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരമായി പറയുമ്പോൾ അഥവാ നമ്മുടെ ഏറ്റവും വലിയ ഇഗാലിറ്റേറിയൻ സൊസൈറ്റി ആയിരുന്നു എന്ന് വിചാരിക്കുക, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഇവിടെ ഉണ്ടായിക്കൊള്ളുന്നില്ല. പല കാരണങ്ങളും വേണം. എല്ലാം നമുക്ക് ജാതി വ്യവസ്ഥ അത് സിംപ്ലിസ്റ്റിക് ആണ്. ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും സിംപ്ലിസ്റ്റിക് ആൻസേഴ്സ് ഉണ്ടാവില്ല. അതുമാതിരി കൊളോണിയലിസം കാരണമായി ഉണ്ടാവാം. പക്ഷേ അജിത്തിൻ്റെ ചോദ്യം അത് തന്നെയായിരുന്നു നേരത്തെയുള്ള. ഇങ്ങനത്തെ വരേണ്യവർഗം 17-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയതല്ലല്ലോ, അതിന് മുമ്പും ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഇങ്ങനത്തെ കാര്യങ്ങൾ വന്നതും. അതിന് ചില കാരണങ്ങളുണ്ടാവാം. പക്ഷേ അത് മാത്സിൻ്റെ ഒരു പൊതു സ്വഭാവമാണ്. ഇന്ന് നമ്മൾ മോഡേൺ മാത്തമാറ്റിക്സ് ചെയ്യുമ്പോഴത് അത് ഏത് ഫീൽഡ് ഓഫ് ഹ്യൂമൻ എൻഡവറിലും അതായിരിക്കണം. ഉദാഹരണത്തിന് 100 മീറ്റർ ഇത്ര സമയം കൊണ്ട് ഓടിത്തീർത്തു ഒരാൾ. അടുത്ത ആൾ ആ റെക്കോർഡ് ഭേദിക്കാൻ നോക്കുന്നത് സ്വാഭാവികമാണ് അല്ലേ? അപ്പോൾ അതുമാതിരി തന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് 1000 ക്വസ്റ്റ്യൻസ് കൂടുതൽ ഉണ്ടാവുന്നു. അപ്പോൾ നമ്മൾ അതിൽ റിസർച്ച് ചെയ്യുന്നു. അപ്പോൾ അക്കാഡമിക് ഇൻ്റലക്ച്വൽ ലൈഫിന് ഫോർ ഇറ്റ്സ് ഓൺ സേക്ക് പോവുക എന്നുള്ളത് അതിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. എല്ലാം ആപ്ലിക്കേഷൻസ് ഓറിയൻറ്റഡ് ആയിട്ടല്ല. പല കാര്യങ്ങളും ഇന്ന് മാത്സിൽ ചെയ്യുന്നതിൻ്റെ ആപ്ലിക്കേഷൻസ് ചിലപ്പോൾ 1000 കൊല്ലം കഴിഞ്ഞാണ് ഉണ്ടാവുക. നമ്മളൊരു കവിത എഴുതുമ്പോൾ അതിന് ആപ്ലിക്കേഷൻസ് ഉദ്ദേശിക്കുന്നതന്നില്ല, പക്ഷെ ആൾക്കാർ കവിത എഴുതുന്ന നിർത്തുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പല 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 കാര്യങ്ങളും ഉണ്ട്. ഒരു സമയത്ത് ഇത് വന്നു, അത് ആ സമയത്ത് ബാക്കി സ്ഥലങ്ങളിൽ ഉണ്ടാവാത്ത രീതിയിൽ ഇവിടെ ഉണ്ടായി എന്നുള്ളത് വളരെ ഇൻസ്പിറേഷണലാണ്. ആ പോയിന്റ് നമ്മൾ ഒരിക്കലും മറക്കരുത്. കാരണം ഇപ്പോൾ പലരും ചോദിക്കും, നിങ്ങൾക്ക് ആസ് എ പ്രാക്ടീസിങ് മാത്തമാറ്റീഷ്യൻ ആ മാത്തമാറ്റിക്സ് ഇന്ന് യൂസ്ഫുൾ ആണോ? അല്ല എന്ന് പറയാൻ ഞാൻ ആളല്ല. ആർക്കാ പറയാൻ പറ്റുക എന്തെങ്കിലും യൂസ്ഫുൾ ആണെങ്കിലും? അല്ല എന്ന് പറയാൻ ഞാനല്ല. പക്ഷെ നമ്മുടെ ഇന്നത്തെ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഓൾ സെഡ് ആൻഡ് ഡൺ അത് അത്രയും കൊല്ലം മുമ്പുണ്ടായ കാര്യമാണ്. അതിന്ന് ഇപ്പോൾ നമുക്ക് ഇന്നത്തെ മാത്സിനെ യൂസ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ
യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളൊരു കാര്യം നമ്മൾ ഇന്ന് അടുപ്പിച്ച് 4 മണിക്കൂർ ഇരിക്കുന്നു, ഒരു കാര്യത്തെപ്പറ്റി ആലോചിക്കുന്നു, ഒരു പുതിയ തിയറം പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ യൂസ് അതിന്ന് എനിക്ക് ഇന്ന കാര്യം കിട്ടിയെന്ന് മാത്രമല്ല, അതിലൊരു ഇൻസ്പിറേഷണൽ ഇതുണ്ട്. ഇൻസ്പിറേഷൻ നമുക്ക് പല സ്ഥലത്തുനിന്നും വരാം. ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട് ഫിലോസഫി ഡിപ്പാർട്ട്മെൻറ്റിൽ ആൾ ഒരു കാര്യം ചെയ്തു, അത് പലരും റെക്കഗ്നൈസ് ചെയ്യുന്നുള്ള എനിക്ക് മാത്സിൽ ഇൻസ്പിറേഷൻ ആവാൻ മതി. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഉദാഹരണത്തിന് ഡേവിഡ് മംഫേർഡ്, വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് മാത്തമാറ്റീഷ്യൻസ് എവർ, അദ്ദേഹമാണ് ഈ കിംപ്ലോഫ്കറുടെ ബുക്ക് റിവ്യൂ ചെയ്തേക്കുന്നത്, നോട്ടീസ് ഓഫ് AMSന്. അദ്ദേഹം പറയുന്നത് അദ്ദേഹം പേഴ്സണലി മാധവനെ പ്ലേസ് ചെയ്യുന്നത് ന്യൂട്ടൻ്റെയും ലൈബ്നിസിൻ്റെയും ഒപ്പമാണെന്നാണ്. ഇത് ഞാൻ ആദ്യമായി വായിക്കുന്നത് ഇന്നലെയാണ്. ഞാനിതൊന്നും വായിച്ചിരുന്നില്ല. അപ്പോൾ അങ്ങനൊരു സെൻറ്റൻസ് മംഫേർഡ് എഴുതുമ്പോൾ അത് കൂടുതൽ മാത്തമാറ്റീഷ്യൻസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് സ്റ്റുഡൻസ് വായിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻസ്പിറേഷൻ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ആ തരത്തിൽ പല കാര്യങ്ങളിലും പലതും ഉണ്ടാവാം. എന്തായാലും ഇവിടെ ആ സമയത്ത് ഉണ്ടായിരുന്ന ആ 250 കൊല്ലത്തിൽ ഉണ്ടായിരുന്ന വികാസം വെസ്റ്റേണേഴ്സിന് പലർക്കും ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന ലെവലിന് മേലെയായിരുന്നു. അതുകൊണ്ടാണ് ബാക്കി പല കാര്യങ്ങളും ഉണ്ടെങ്കിലും ഇത് ഒരു എന്താ പറയുക, ഒരു ടെക്സ്റ്റ് ബുക്ക് കാര്യമായി മാറുന്നത്. അപ്പം ഞാൻ എഗ്രി വിത്ത് യു. ഞാനും പറഞ്ഞത് തന്നെയാണ്, അറിയില്ല എന്ന് മാത്രമേ പറയൂ. അല്ല, എൻ്റെ സംശയം ഈ മാധവൻ സീരീസ് അതിൻ്റെ പ്രൂഫ് ഉണ്ടോ? കാരണം ഇപ്പം മറ്റ് സയൻസിൻ്റെ മാത്സിൻ്റെ ഒക്കെ ഏറ്റവും പ്രത്യേകത എങ്ങനെ അതിലേക്ക് എത്തിച്ചേർന്നു എന്ന് വരുമ്പോഴത്തേക്കാണ് സമൂഹം അത് കയ്യേൽക്കുക. എൻ്റെ ഒരു ചിന്ത, നമ്മുടെ ഭാരതത്തിലെ ഒരു ശാസ്ത്രവിജ്ഞാനത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ അതിലേക്ക് എത്തി എന്നുള്ള കാര്യം പലപ്പോഴും ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. അതുതന്നെ ആയിരിക്കില്ലേ ഇതിൽ സംഭവിച്ചിട്ടുണ്ടാവുക? വളരെ നല്ല പോയിൻ്റാണ്. പക്ഷേ അതാണ് കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. കാരണം യുക്തിഭാഷയിലേക്ക് എത്തുമ്പോഴേക്ക് അതിൽ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സിനും അന്നത്തെ രീതിയിലുള്ള പ്രൂഫ്സ് ഉണ്ട്. അതായത് പ്രൂഫ്സിന് പ്രാധാന്യം കൊടുത്തു കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ്. യുക്തിഭാഷ എന്നുള്ളത് ഒരു ടെക്സ്റ്റ് ബുക്ക് മാതിരി വന്നപ്പോൾ ഇന്നത് മാധവൻ ചെയ്തു, അതിന് ഇന്നതാണ് പ്രൂഫ് എന്ന് പറയുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മംഫേർഡ് പറയുന്നുണ്ട് ഇന്നത്തെ റിഗറസ് പ്രൂഫ് അല്ല, പക്ഷെ അന്നത്തെ രീതിയിൽ നോക്കുമ്പോൾ അത് 100% കറക്റ്റാണെന്ന് നമ്മളെ കൺവിൻസ് ചെയ്യാൻ അത് മതി. അതാണല്ലോ പ്രൂഫ്. അപ്പോൾ പ്രൂഫ്സ് ഉണ്ട്. അതാണ് അതുമാതിരി നീലകണ്ഠ സ്വാമിയാജിയിലൊക്കെ അതെ. അതായത് ജ്യേഷ്ഠദേവന് മുമ്പ് വന്ന പുസ്തകങ്ങളിൽ പോലും പ്രൂഫ് വേണം എന്നുള്ള രീതിയിലുള്ള സെൻറ്റൻസസ് ഉണ്ട്. പക്ഷെ ഫുൾ പ്രൂഫ്സ് യുക്തിഭാഷയിലുണ്ട്. അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതും കൊണ്ടുകൂടിയാണ് ഇതിന് എത്ര വില ബാക്കി കാര്യങ്ങളിൽ ആൾക്കാർ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ സമയം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങളിലേക്ക്, നമുക്കറിയാതിരുന്ന ഒരുപാട് കാര്യങ്ങളിലേക്ക് പുതിയ വാതിലുകൾ തുറന്നിട്ടുണ്ട്. ഇനിയും പഠിക്കാനും വായിക്കാനും ധാരാളമുണ്ട്. അതുകൊണ്ട് താങ്ക് യു ദിരാർ, ആനന്ദ്, ഗണേഷ്. എനിക്ക് ഓക്കെ.